the vibrant secretary of JCI Karaseri, JCHGF Bawa Olagaras, to the dais. We welcome our immediate past president, JCHGF Shahraj, to the dais. We welcome the LO president, JFM Rashid U, to the dais. Our zone vice president, JCI Senator Sanin Kaipakil, we request you to come forward and occupy your seat. Here is our leader, a leader with a vision, JCI PPP Arun EV. So please come forward to the dais. Our chief guest of the day, past GLC of JCI India, JCI PPP Advocate Siddiq, please come forward to the dais. Thank you. The meeting conducted with the 6th installation ceremony of JCI Karaseri is hereby called to order. I request JC Dr. Samiha to invoke the JC Creed and Mission. Please rise up. JCI Creed, ദൈവവിശ്വാസം മനുഷ്യജീവിതത്തിന് അർത്ഥവും ഉദ്ദേശ്യവും നൽകുന്നുവെന്ന്, മനുഷ്യ സാഹോദര്യം രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന് അതീതമാകുന്നുവെന്ന്, സ്വതന്ത്ര മനുഷ്യരുടെ സ്വതന്ത്ര സംരംഭത്തിലൂടെ മാത്രമേ സാമ്പത്തിക നീതി കൈവരിക്കാനാവൂ എന്ന്, ഗവൺമെൻറ് മനുഷ്യരുടേതിനേക്കാൾ നിയമങ്ങളുടേതായിരിക്കണമെന്ന്, ഭൂമിയുടെ ബൃഹത് നിധി മനുഷ്യൻ്റെ വ്യക്തിസത്തയിലാണുള്ളതെന്ന്, മനുഷ്യരാശിയോടുള്ള സേവനമാണ് ജീവിതത്തിൻ്റെ മഹത്തായ കർമ്മമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. JCI മിഷൻ സമൂഹത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന്, യുവാക്കളെ പ്രാപ്തരാക്കുന്നതിനായി നേതൃത്വ വികസനത്തിനാവശ്യമായ അവസരങ്ങൾ ഒരുക്കുക എന്നതാണ് JCIയുടെ ദൗത്യം. താങ്ക് യു. I request JC Muhammad Salim, Program Director, to welcome the gathering. സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും വിലയേറിയ സമ്മാനം എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം
സ്നേഹത്തിൻ്റെ പ്രകടനമായും ഞങ്ങൾക്കുള്ള സമ്മാനമായും ഈ അവസരത്തിൽ കരുതട്ടെ. ഈ മഹനീയ സായാഹ്നത്തിൽ സാന്നിധ്യം കൊണ്ട് ഈ വേദി അലങ്കരിച്ച വിശിഷ്ട വ്യക്തികളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മഹത് വ്യക്തികളെ, JCI കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, JCI കാരശ്ശേരിയുടെ 6ാമത് ഇൻസ്റ്റാളേഷൻ സെറമണിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ JCI കാരശ്ശേരിയുടെ പ്രസിഡന്റ് JC റാഷിദ് യു, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2020 പ്രവർത്തനം ആരംഭിച്ച JCI കാരശ്ശേരിയുടെ ഇൻസ്റ്റാളേഷന് മുഖ്യാതിഥിയായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സോണായിരുന്ന സോൺ 21-നെ 2019 നയിച്ച സിദ്ദീഖ് സാറിനെ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് JCI PPP അഡ്വക്കേറ്റ് സിദ്ദീഖ് സാറിന് ആർദ്രവും സ്വാഗതം. എ മാൻ ഓഫ് ആക്ഷൻ ആൻഡ് ഡെഡിക്കേഷൻ ഈസ് അവർ ഗസ്റ്റ് ഓഫ് ഓണർ. സോൺ 21-ൻ്റെ അമരക്കാരനായ JCI PPP അരുൺ EVക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലാളിത്യം മുഖമുദ്രയാക്കിയ ഞങ്ങളുടെ സോൺ വൈസ് പ്രസിഡന്റ് JCI സെനറ്റർ സനിൻ കൈപ്പാക്കിലിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന JCI കാരശ്ശേരി ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് JC ഷഹറാജ്, സെക്രട്ടറി JC ബാബ ഒളകരാസ്, സോൺ ഓഫീസേഴ്സ്, മെമ്പേഴ്സ് ഓഫ് നെയ്ബറിംഗ് അലോസ്, JCI കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും ഇൻസ്റ്റാളേഷൻ സെറമണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് JCI, ബി ബെറ്റർ. പാലിച്ചു വാഗ്ദാനമേറെയെന്നാകിലും പാലിക്കാനുണ്ടിനിയുമേറെ. പിന്നിട്ട ദൂരങ്ങളേറെയാണെങ്കിലും പിന്നിടാനുണ്ടിനിയുമേറെ. ഞാൻ കാണാത്ത കാഴ്ചകൾ നിങ്ങൾ കാണട്ടെ, ഞാൻ വെച്ച പടവുകൾ നിങ്ങൾക്ക് ചിറകുകൾ നൽകട്ടെ. ഏറെ ബഹുമാനം നിറഞ്ഞ ഇന്നത്തെ മുഖ്യ അതിഥി, പാസ്റ്റ് ജനറൽ ലീഗൽ കൗൺസിൽ ഓഫ് JCI India, പാസ്റ്റ് സോൺ പ്രസിഡന്റ് ഓഫ് JCI India 21, JCI ഫിൽപെക്സ്ലി പാട്രൺ അഡ്വക്കേറ്റ് സിദ്ദീഖ് സർ, മൈ ഡിയർ ഫ്രണ്ട്, ലീഡർ ഓഫ് 21, ഇൻ്റർനാഷണൽ കമ്മീഷൻ മെമ്പർ ഉൾപ്പെടെ ZGBയിൽ 8ഓളം സ്ഥാനങ്ങൾ വഹിച്ച് കമ്മിറ്റ്മെൻറ്റ് ഈസ് വാട്ട് സെപ്പറേറ്റ് ഡുവേഴ്സ് ഫ്രം ഡ്രീമേഴ്സ് എന്ന ആപ്തവാക്യവുമായി സോൺ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ വിശിഷ്ട അതിഥി JCI ഫിൽപെക്സ്ലി പാട്രൺ അരുൺ EV, എൻ്റെ കൊളീഗ് പ്രസിഡന്റുമാരിൽ ആത്മസൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വളരെ കുറഞ്ഞ പ്രസിഡന്റുമാരൊരാളായ സോൺ വൈസ് പ്രസിഡന്റ് അസൈൻ ടു റീജിയൻ E JCI സെനറ്റർ സനിൻ കൈപ്പാക്കിൽ, ദ സപ്പോർട്ടിംഗ് പില്ലർ ഓഫ് യെല്ലോ ഗവേണിംഗ് ബോർഡ്, ദ കൂൾ IPP JCHGF ഷഹറാജ്, our founder member, the vibrant secretary JC Baba Olagaras, the man behind the show, program director JC Muhammad Salim KK, zone officers, neighboring yellow presidents, JC family friends. നിങ്ങൾക്ക് എൻ്റെ ഹൃദ്യമായ നമസ്കാരം. എ വെരി ഗുഡ് ഈവനിങ് ടു യു ഓൾ. 10 വർഷക്കാലത്തോളം നമ്മൾ ചെയ്ത കാര്യങ്ങൾ 10 മിനിറ്റിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അപ്രായോഗികരമാണ് എന്നറിയാം. ഔപചാരികതയുടെ പേരിൽ നമ്മൾ ഒരുമിച്ച് നടന്ന കഴിഞ്ഞ വർഷത്തെ കർമ്മ പദ്ധതികളെക്കുറിച്ചുള്ള ഒരു അവലോകനം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ റിപ്പോർട്ടിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള പരിഭവമില്ല, മറിച്ച് നമ്മൾ ഒരുമിച്ച് ചെയ്ത കാര്യങ്ങളിൽ നിമിത്തമായ ആളുകളോടുള്ള നന്ദി പ്രകടനവും അതിൻ്റെ ആഘോഷവും മാത്രമാണ്. 2023 ഡിസംബർ 26-ന് ഇതേ വേദിയിൽ വെച്ചാണ് ഞാൻ JCI കാരശ്ശേരിയുടെ 5ാമത് പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷക്കാലം എൻ്റെ കുടുംബം പോലെ തന്നെ ഞാൻ നെഞ്ചേറ്റിയ പ്രസ്ഥാനമാണ് JCI കാരശ്ശേരി. നിങ്ങളെല്ലാം സഹകരണത്തോടെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ വർഷം JCI ഇന്ത്യ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ നടപ്പിലാക്കി 100% എഫിഷ്യൻസി കൈവരിച്ച ലോക്കൽ ഓർഗനൈസേഷനാണ് JCI കാരശ്ശേരി.
നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നതിൽ അഭിമാനത്തോടൊപ്പം 24% മെമ്പർമാരുടെ വർധനവ് ഈ പ്രാവശ്യം നമുക്കുണ്ടായി. സോൺ ലെവൽ എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാം, ഫസ്റ്റ് റിപ്പോർട്ടിംഗ് ZGB തുടങ്ങി നിരവധി റീജിയണൽ തല പ്രോഗ്രാമുകളെല്ലാം ഹോസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ നമ്മൾ നടപ്പിലാക്കി ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രോഗ്രാമായിരുന്നു സ്പീക്കേഴ്സ് ബ്യൂറോ. ആഴ്ചകൾ തോറും നടത്തി 15ഓളം സെഷൻ പിന്നിട്ട ഈ പ്രോഗ്രാം നിരവധി ആളുകളിൽ നല്ല മാറ്റമുണ്ടാക്കി. പ്രോഗ്രാം ഡയറക്ടറായിരുന്ന ഹാഫിസ് റാഹത്തിനെ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 1L1 സ്കൂൾ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏറ്റെടുത്ത സ്കൂളായിരുന്നു മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ. നിരവധി ട്രെയിനിങ് പ്രോഗ്രാമുകൾ, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളെല്ലാം നമ്മൾ അവിടെ നടപ്പിലാക്കി. JCI കാരശ്ശേരിയിൽ തന്നെ ആദ്യമായി 4 കുട്ടികൾക്ക് നമ്മൾക്ക് 12,000 രൂപയോളം JCI ഇന്ത്യയുടെ സ്കോളർഷിപ്പ് നൽകാൻ സാധിച്ചു. ഏറെ സഹായിച്ച മുക്കം ഹൈസ്കൂൾ ED ക്ലബ്ബ് കോർഡിനേറ്റർ നിയാസ് പുത്തലത്ത്, പ്രിൻസിപ്പൽ ജംഷീന മാഡം, ഹെഡ് മാസ്റ്റർ മനോജ് സാർ, മാനേജർ വത്സൻ മഠത്തിൽ എന്നിവരോടുള്ള സ്നേഹം ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. സോണിൽ തന്നെ ഏറ്റവും മികച്ച കമ്മ്യൂണിറ്റി പ്രോഗ്രാമിനുള്ള അവാർഡ് ലഭിച്ച പദ്ധതിയായിരുന്നു ട്രൈബൽ വില്ലേജ് വിസിറ്റ്. തീർത്തും അർഹതപ്പെട്ട നിലാരംഭരായ വയനാട് അട്ടമല കോളനിയിൽ നമ്മൾ നടത്തിയ 200ഓളം ആളുകൾ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പ് 50ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ്, വസ്ത്രവിതരണം എല്ലാം നൽകി. മേപ്പാടി ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെറാൾഡ്, പ്രോഗ്രാം ഡയറക്ടർ ജോസി, ഡോക്ടർ സെമിഹ, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് എന്നിവയോടുള്ള കടപ്പാട് ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധത ലക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു കുടുംബത്തിന് ജീവിതോപാധി എന്ന നിലയ്ക്ക് രോഗിയായ കുടുംബനാഥനും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന് ഹൈസ്പീഡ് തയ്യൽ മെഷീൻ നൽകുകയും മുക്കത്തെയും പരിസര പ്രദേശങ്ങളിലെയും ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന പ്രജീഷിൻ്റെ ചികിത്സാർത്ഥം നല്ലൊരു തുക നമുക്ക് നൽകാൻ കഴിഞ്ഞു. ഏറെ അഭിമാനമുള്ള മറ്റൊരു നേട്ടം, ഈ വർഷം സോണിൽ NSSS ക്വാളിഫൈ ചെയ്ത 4 നാഷണൽ ട്രെയിനർമാരിൽ 2 പേരും JCI കാരശ്ശേരിയിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്. JC ഡോക്ടർ അനസ് സാർ, JC ഷൈമ. അതുപോലെ ഒരു സോൺ ട്രെയിനർ കൂടി നമുക്ക് ഈ പ്രാവശ്യമുണ്ട്, യാസീൻ ഹുസൈൻ. 3 പേരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന റീഡേഴ്സ് ക്ലബ്ബ്, വയനാട്ടിൽ 2 ദിവസമായി നമ്മൾ നടത്തിയ ടൂർ GB, ഇഫ്താർ മീറ്റ്, ഓണാഘോഷം, LGB മീറ്റിംഗ്, ജനറൽ ബോഡി മീറ്റിംഗ് എല്ലാ കൂടിച്ചേരുകളും നമ്മൾ കൂടുതൽ മനോഹരമാക്കി. സോൺ നാഷണൽ ലെവൽ പ്രോഗ്രാമുകളെല്ലാം നമ്മുടെ സജീവ സാന്നിധ്യം നാം അറിയിച്ചു. കംബോഡിയയിൽ വെച്ച് നടന്ന ഏഷ്യ പസഫിക് കോൺഫറൻസിൽ പ്രസിഡന്റും IPPയും ഒരുമിച്ച് പങ്കെടുത്തു എന്ന നമ്മുടെ ലോക്കൽ ഓർഗനൈസേഷനെ തികച്ചും വ്യത്യസ്തമാക്കി. ഇതിൻ്റെ എല്ലാം തൽഫലമായി മിഡ്കോണിൽ വെച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ലോക്കൽ ഓർഗനൈസേഷൻ അവാർഡ്, സോൺ കോൺഫറൻസിൽ വെച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റി ഇമ്പാക്റ്റ് പ്രോഗ്രാം വിന്നർ, ഔട്ട്സ്റ്റാൻഡിംഗ് ന്യൂ ലേഡി JC അവാർഡ് വിന്നർ, ഔട്ട്സ്റ്റാൻഡിംഗ് പ്രസിഡന്റ് എക്സലൻസ് അവാർഡ് എന്നിവയെല്ലാം നമ്മെ തേടിയെത്തി. എൻ്റെ പ്രിയപ്പെട്ട JCI കാരശ്ശേരി മെമ്പേഴ്സ്, നിങ്ങളില്ലാതെ ഇതൊന്നും ഒരിക്കലും സാധ്യമാവില്ലെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾക്കെൻ്റെ ഹൃദയം നിറഞ്ഞ 1000 നന്ദി. 2021 ഈ പ്രസ്ഥാനത്തെ എനിക്ക് പരിചയപ്പെടുത്തി JCI കാരശ്ശേരിയിലേക്ക് എന്നെ ക്ഷണിച്ച JC അബൂബക്കർ സിദ്ദീഖ് 2022 എന്നെ മനസ്സിലാക്കി അന്നത്തെ ഇൻസ്റ്റലേഷൻ സെറിമണി പ്രോഗ്രാം ഡയറക്ടർ സ്ഥാനമേൽപ്പിച്ച് ഓരോ കാര്യങ്ങളിലും കൂടെ നിന്ന് ആദ്യമായി ഒരു സ്യൂട്ട് അണിയിച്ച് ഇതേ വേദിയിൽ സ്വാഗത ഭാഷണത്തിനായി നിൽക്കുമ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സദസ്സിൻ്റെ പിന്നിലിരുന്ന് ആത്മനിർവൃതിയാണ് ഞാൻ മുഖം എനിക്കൊരിക്കലും മറക്കാനാവില്ല. പ്രിയപ്പെട്ട മെൻറ്റർ ഡോക്ടർ അൽഖ് ലത്തീഫ് ക, ഏതൊരു പരിപാടിക്ക് പദ്ധതിയുമായി ചെന്നാലും എപ്പോഴും കൂടെ നിന്നിട്ടുള്ള, അത് നടപ്പിലാക്കാനുള്ള ധൈര്യവും സപ്പോർട്ടും തന്നിട്ടുള്ള ദ കൂൾ IPP, മൈ ട്രാവൽ പാർട്ട്ണർ ഷെഹറാജ്, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എപ്പോഴും കൂടെ നിന്നിട്ടുള്ള, നന്മ മാത്രം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ചാർട്ടർ പ്രസിഡന്റ് നിയാസ്ക, നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന റിയാസ്ക, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനും ജീവിതമേറെ എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയായ അനസ്മാഷ്, വാക്കുകളും ഇടപെടലുകളും ഏറെ സ്വാധീനിച്ച എൻ്റെ സോൺ പ്രസിഡന്റ് രാകേഷ് T നായർ, വൈസ് പ്രസിഡന്റ് ഗോകുൽ, ZGB മെമ്പേഴ്സ്, കൊളീഗ് പ്രസിഡന്റ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാത്തിനുമുപരി എൻ്റെ കുടുംബം. JCI പരിപാടികൾ കഴിഞ്ഞ് എത്ര വൈകിയാലും JCI ഒരു കുടുംബത്തെ പോലെയാണ് എനിക്കെന്ന് മനസ്സിലാക്കി
ഒരു പരിഭവവും എന്നോട് കാണിക്കാതെ കൂടെ നിന്ന് പ്രിയപ്പെട്ട ഉമ്മ, ഭാര്യ മനീഷ, മകൻ ഹൈസിൻ, എല്ലാവരോടും ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്നാൽ കഴിയും വിധം നിർവഹിക്കാൻ സാധിച്ചു എന്ന വിശ്വാസത്തിലും ആത്മാഭിമാനത്താലും ഒരിക്കൽ കൂടി എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് സൈനിങ് ഓഫ് വിത്ത് പ്രൈഡ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, യുവർ പ്രസിഡന്റ് JFM റാഷിദ് യു. ജയ് JCI. റിപ്പോർട്ട് ഒഫീഷ്യലായി പ്രകാശനം ചെയ്യുകയാണ്. ഓൾ ഡെലിഗേറ്റ്സ് പ്ലീസ് ജോയിൻ. പ്രസിഡൻസ് റെക്കഗ്നിഷൻസ്. JCI കാരശ്ശേരിയിൽ നിന്ന് ആദ്യമായി NTTS ക്വാളിഫൈ ചെയ്ത് നാഷണൽ ട്രെയിനർ ടൈറ്റിൽ സ്വന്തമാക്കിയ മുൻ പ്രസിഡന്റ് കൂടിയായ അനസ് മാഷിനുള്ള പ്രത്യേക ഉപഹാരം. അനസ് സാർ, പ്ലീസ് കം ഫോർവേഡ് ആൻഡ് ആക്സെപ്റ്റ് ദ മൊമെന്റോ. JCI കാരശ്ശേരിയുടെ അപ്കമിംഗ് ട്രെയിനർ ZTWS ക്വാളിഫൈ ചെയ്ത് സോൺ ട്രെയിനർ പട്ടം കരസ്ഥമാക്കിയ JC യാസീൻ ഹുസൈൻ. Dear friends, please put your hand together and join me in welcoming Yasin to receive a token of appreciation from our president. It is my privilege to invite our immediate past president to accept this token of love. He has the guiding light and source of inspiration all of us. Please join me in honoring JC Shahraj EK as they come forward to accept this memento. ഈ വർഷം സോൺ 21 ന്യൂ ലേഡി JC അവാർഡ് വിന്നർ, സോണിലെ ഏറ്റവും മികച്ച ലോക്കൽ കമ്മ്യൂണിറ്റി ഇമ്പാക്ട് പ്രോഗ്രാമിന്റെ അമരക്കാരി, JCI കാരശ്ശേരിയുടെ അഭിമാനം വാനോളം ഉയർത്തിയ JC ഡോക്ടർ സമീഹ N ഏറെ അഭിമാനത്തോടെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. JCI കാരശ്ശേരിയിലെ ഒഴിച്ചുകൂടാനാവാത്ത നാമം, ഏതൊരു പരിപാടിയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന മാന്യദേഹം, ബാവ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന JC അബ്ദുറഹ്മാൻ O, the proud secretary of JCI Karasheri. Please come and accept the token of love from our president. JCI കാരശ്ശേരിയിലെ പ്രോഗ്രാമിലെ നിറസാന്നിധ്യം, പണം സൂക്ഷിപ്പുകാരൻ, the vibrant treasurer JC ബിബിൻ ലാൽ VP. Please come and accept the memento. JCI കാരശ്ശേരിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ സ്പീക്കേഴ്സ് ബ്യൂറോ പ്രോഗ്രാം ഡയറക്ടർ ഹാഫിസ് റാഹത്ത്. പ്ലീസ് കം ഫോർവേഡ് ആൻഡ് ആക്സെപ്റ്റ് ദ മൊമെന്റോ. I request JC HGF Dr. Riyaz Kunganjeri to introduce the new president. Thank you. Thank you for the privilege, President. മറ്റുള്ളവരിലേക്ക് പോസിറ്റീവ് പവറിനെ കടത്തിവിടുന്ന വൈബ്രന്റ് പുഞ്ചിരി, ആരുടെയും ഹൃദയങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു ചെല്ലുന്ന സ്വഭാവ ഗുണം, കൂടെ കൂട്ടാനും കൂട്ടത്തിലൊരാളാവാനുമുള്ള മിടുക്ക്, അർപ്പണബോധമുള്ള അധ്യാപകനായാണ് അദ്ദേഹം പ്രൊഫഷണൽ യാത്ര ആരംഭിച്ചത്. 2010 കർണാടകയിലെ ഒരു ക്രഷർ ഓപ്പറേഷനായ മുത്തച്ഛൻ്റെ ബിസിനസ്സിലേക്ക് ചുവടുവെക്കാൻ നിയോഗം, അത് വ്യവസായത്തിലെ അസാധാരണമായ ഒരു കരിയറിൻ്റെ തുടക്കം.
കർണാടകയിലെ മല്ലപ്രഭ സാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജ്മെൻറ്റ് ഡയറക്ടർ ആയി മാറുന്നു. SS സ്റ്റോൺ ക്രഷറിൻ്റെ മാനേജിംഗ് ഡയറക്ടറായും കേരളത്തിലെ ക്രസൻ സ്റ്റോൺ ക്രഷറിൻ്റെ മാനേജിംഗ് ഡയറക്ടറായും ഉയരുന്നു. കർണാടക ആസ്ഥാനമായ CGRS സ്റ്റോൺ ക്രഷറിൻ്റെ ഡയറക്ടറും സാധന സ്റ്റോൺ ക്രഷറിൻ്റെ ഡയറക്ടറുമാവുന്നു. കാഴ്ചപ്പാടും നിശ്ചയദാർഢ്യവുമുള്ള മികച്ച ബിസിനസ്സുകാരനായി വളരുന്നു. ബിസിനസ്സിലെയും വ്യവസായത്തിലെയും ശ്രദ്ധേയമായ സംഭാവനകൾക്ക് നിരവധി അഭിമാനകരമായ അംഗീകാരങ്ങൾ തേടിയെത്തുന്നു. 2022 JCI കാരശ്ശേരിയുടെ കുടുംബാംഗമായി മാറിയതോടെ തന്നെ പുതിയ പ്രതീക്ഷകളും വാഗ്ദാനവുമാണെന്ന് തെളിയിച്ചു തുടങ്ങി. അതിനെ അടിവരയിടുന്ന പോൽ 2023 JCI കാരശ്ശേരി അദ്ദേഹത്തിൻ്റെ അസാധാരണമായ നേട്ടങ്ങളും ബിസിനസ്സിലെ മികവും അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കമാൽ പത്ര അവാർഡ് നൽകി ആദരിച്ചു. 2024 നമ്മുടെ സോൺ തന്നെ JCI ഇന്ത്യ കമാൽ പത്ര അവാർഡ് നൽകി എന്നത് അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ മിടുക്ക് നമുക്ക് ബോധ്യമാവും. അവാർഡുകൾ തുടരുന്നു. കർണാടക സർക്കാരിൻ്റെ കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് മൈനിങ് ആൻഡ് സേഫ്റ്റിയുടെ മികച്ച ബിസിനസ് ഓർഗനൈസേഷൻ അവാർഡ്, 2010 കേരള ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ സുരക്ഷാ പുരസ്കാരം, സേവനമാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രവൃത്തി എന്ന JCI ക്രീഡിൻ്റെ തത്വം, സാമൂഹ്യ സേവനത്തോടുള്ള തൻ്റെ മികച്ച പ്രതിബദ്ധതയിലൂടെ കാണിച്ചു കൊടുത്ത മാതൃകാ വ്യക്തിത്വം, ജന്മനാടിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും സാമൂഹിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയിൽ വിവിധ നേതൃത്വ സ്ഥാനങ്ങൾ, JCI കാരശ്ശേരിയിലെ കമ്മ്യൂണിറ്റി വികസന സംരംഭങ്ങളിൽ സജീവമായ സംഭാവനകൾ. ഇനി JCI കാരശ്ശേരിയുടെ കമ്മ്യൂണിറ്റി ബിസിനസ് വ്യക്തിത്വം വികസന പ്രവർത്തനങ്ങൾ ഈ കൈകളിൽ ഭദ്രമെന്ന് തെളിയിച്ച പ്രതിഭ, ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ സോഷ്യോളജി, ഡിപ്ലോമ ഇൻ മൈനിങ്, TTC എന്നീ വിദ്യാഭ്യാസ യോഗ്യത. 1990 ജനുവരി 14 ജനനം. മുക്കം നീലേശ്വരം തടത്തുമ്മൽ ഗസൽ എന്ന വീട്ടിൽ താമസം. ബിസിനസ് പ്രൊമോഷനും പാഷനുമായി കാണുന്ന ഇദ്ദേഹം ആസാദ് ആൻഡ് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം മികച്ച രീതിയിൽ നടത്തി വരുന്നു. എല്ലാ പ്രവർത്തനങ്ങളുടെയും കൂടെ വിജയം കാണുവരെ സ്ട്രോങ് ആയി കൂടെ നിൽക്കുന്ന ഭാര്യ അസിക ആസാദ്, ഒപ്പം ഫാത്തിമ സിയ, അലീഷ സെബ എന്നീ സ്നേഹനിധികളായ മക്കളും ചേരുന്ന കുടുംബം. ഏറെ അഭിമാനത്തോടെയും പ്രതീക്ഷകളോടെയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു, പരിചയപ്പെടുത്തുന്നു. അവർ 6th President of JCI കാരശ്ശേരി, JC മുഹമ്മദ് ആസാദ് KK. താങ്ക് യു. Dear JC Azad, are you ready to take the oath? Please raise your right hand and repeat after me. I do solemnly swear that I will faithfully execute the office of President of JCI Karasheri and will, to the best of my ability, serve as a living example of this organization's philosophy and belief, and will uphold the enforce the constitution and policy of this organization at all times. With your permission, I hereby declare that JC Azad KK has the President of JCI Karasheri for the year 2025.
I request our past presidents to invite immediate past presidents to past president club. I request JFM Rashid U to occupy IPP seat on this dais. Acceptance speech. ബഹുമാന്യ മുഖ്യാതിഥി JCI PPP അഡ്വക്കേറ്റ് സിദ്ദീഖ് സർ, പ്രിയപ്പെട്ട സോൺ പ്രസിഡന്റ് JCI PPP അരുൺ, സോൺ വൈസ് പ്രസിഡന്റ് JCI സെനറ്റർ സനിൻ കൈപ്പാക്കിൽ, JCI കാരശ്ശേരിയുടെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് റാഷിദ് യു, സെക്രട്ടറി ബാവ ഒളകരാസ്, ട്രഷറർ ബിപിൻ ലാൽ, പ്രോഗ്രാം ഡയറക്ടർ സലീം മുത്താലം, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ പ്രിയപ്പെട്ടവരെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നൂറിലേറെ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ JCI അത്തരമൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ കാരശ്ശേരി ഘടകം പ്രസിഡൻ്റായി തെരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഈ അവസരം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട JCI കാരശ്ശേരിയിലെ മുഴുവൻ മെമ്പർമാർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഡിയർ JCs. എന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായത്തോടു കൂടി ഞാൻ പരമാവധി പരിശ്രമിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു തരികയാണ്. കാരശ്ശേരിയിലെയും മുക്കത്തെയും പരിസര പ്രദേശങ്ങളിലെയും കാര്യപ്രസക്തമായ വിഷയങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ സോൺ 21 ഏറ്റവും മികച്ച ഓർഗനൈസേഷനുകളിൽ ഒന്നായി JCI കാരശ്ശേരി മാറി. ഈ അവസരത്തിൽ JCI കാരശ്ശേരിയുടെ പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്നതിൽ വളരെ അഭിമാനം തോന്നുന്നു. അതോടൊപ്പം ഈ പദവി വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. 2020 ഡോക്ടർ അൽക്കിൻ്റെ നേതൃത്വത്തിൽ JC മുഹമ്മദ് നിയാസ് ഫൗണ്ടർ പ്രസിഡൻ്റായിട്ടാണ് JCI കാരശ്ശേരി പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷം ഡോക്ടർ റിയാസ് കുങ്കഞ്ചേരി, ഡോക്ടർ അനസ് എടാരത്ത്, JC
ഷഹറാജ്, JC റാഷിദ് യു തുടങ്ങിയ ശക്തരായ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇത്രയും കാലമുള്ള പ്രവർത്തന മികവാണ് JCI കാരശ്ശേരിയെ മുക്കത്തും പരിസര പ്രദേശങ്ങളിലും ഇത്രത്തോളം അംഗീകാരങ്ങൾ സാധ്യമാക്കിയത്. മുൻ പ്രസിഡന്റുമാരുടെയും JCI കാരശ്ശേരിയിലെ കരുത്തരായ മെമ്പർമാരുടെയും ഉപാധികളില്ലാത്ത പിന്തുണയും ചേർത്ത് നിർത്തലുമാണ് എൻ്റെ കരുത്തും എൻ്റെ ഊർജവും എൻ്റെ പ്രചോദനവും. ഇത്തരമൊരു ടീം എൻ്റെ കൂടെയുള്ളപ്പോൾ JCI കാരശ്ശേരിയെ ഇതിലെ അംഗങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ ശക്തമായി നയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. 2025 വർഷം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. യുവജനങ്ങളുടെ നേതൃത്വ പാടവം, സംരംഭക മനോഭാവം എന്നിവ വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലന പദ്ധതികൾ 2025 വർഷം JCI കാരശ്ശേരി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കാരശ്ശേരിയിലും മുക്കത്തും പരിസര പ്രദേശങ്ങളിലും സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കാവശ്യമായ ID ട്രെയിനിങ് പ്രോഗ്രാമുകളും അതോടൊപ്പം സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളും ഈ വർഷം നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. JCI കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി മുക്കത്തെയും പരിസര പ്രദേശങ്ങളിലെയും വ്യാപാരികൾക്ക് വിവിധ ഇന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. JCI സസ്റ്റൈനബിൾ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഏറ്റവും അനുയോജ്യമായ ഒരു മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ട ഒരു പദ്ധതിയും JCI കാരശ്ശേരി ഈ വർഷം ആലോചിച്ചിട്ടുണ്ട്. JCI പ്രസ്ഥാനത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കൂടുതൽ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള പരിപാടികൾ ഈ വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. JCI കാരശ്ശേരിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇപ്പോൾ പങ്കുവെച്ച പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നതിനും നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിപൂർണമായ പിന്തുണ എനിക്ക് ആവശ്യമാണ്. എല്ലാവരുടെയും സഹകരണങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് JCI കാരശ്ശേരിയുടെ പ്രസിഡന്റ് സ്ഥാനം സന്തോഷത്തോടെ അഭിമാനത്തോടെ ഏറ്റെടുത്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് JCI, ലെറ്റ്സ് റൈസ് അപ്പ്. I request the MC to introduce the yellow governing board members, and I request the LGB members to come forward and assemble before the dais. Let us present before you the LGB members of JCI Karasheri for the year 2025. A special education enthusiast, electronics and communication diploma holder, as the secretary JC Hafiz Rahat. An energetic and meticulous businessman as the treasurer JC Niyaz CK. An engineer and a popular conductor in town as the VP management JC Muhammad Salim. A dynamic young organizer and educator as the VP training JC Yasin Hussain. An entrepreneur specializing in tax consultation service
as the VP Growth and Development, JC Bibil Lal. A dynamic young organizer, entrepreneur as the VP Business, JC Abdur Rahim. Passionate entrepreneur who is driven by high aspirations in business as the Director Marketing and PR, JC Bava Olagaras. An entrepreneur involved in network and communication business as the yellow editor, JC Shrikant. A passionate homeopath from Potasheri as the Director Junior JC, Dr. Samiha. A psychology graduate by education and an aspiring trainer as the Director Lady JC, JC Ashika Asad. Dear friends, are you ready to take the oath? Please raise your right hand and repeat after me. I do solemnly swear that I will faithfully execute the office of JCI Karasheri and will, to the best of my ability, serve as the living example of this organization's philosophy and belief and uphold and enforce the constitution and policy of this organization at all times. Okay. With your permission, I hereby declare that thus gentlemen are yellow governing board members of JCI Karasheri 2025. I request our new secretary, JC Hafiz Rahat VK, to occupy his seat on this dais. Chair recognized by the presence of JC Fahad Kundumal, Zone Director G&D, JC Gogul JB, Zone Director Community Development, JC Sri Harish, Zone Officer, JC Sadish, Zone Officer, JC Ramya, Zone Officer, JC Alk, National Trainer, JC Anas, National Trainer, JC Kavida, President-elect, JC Riaz, President-elect JCI Mukam, JC Nias, JC Suraj Krishna, JCI Calicut City President.
J.C. Gopakumar, Zone Director, Management. I request MC to introduce our Zone Vice President. ഈ മാന്യ വ്യക്തി 2021 JCI പ്രസ്ഥാനത്തിൽ അംഗമാവുന്നത്. ഇദ്ദേഹം 2024 JCI എലൈറ്റിലിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ഈ കഴിഞ്ഞ സോൺ കോണിൽ മികച്ച ലോക്കൽ ഓർഗനൈസേഷനുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. സോൺ ട്രെയിനേഴ്സ് വർക്ക്ഷോപ്പിൽ മികച്ച പാർട്ടിസിപ്പൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം 2022 ഏബിൾ, 2024 നളന്ദ, കംബോഡിയയിൽ വെച്ച് നടന്ന ആസ്പാക് എന്നിവയിലും പങ്കെടുത്തിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഇദ്ദേഹം ആർക്കിടെക്ചറിൽ ഡിപ്ലോമയും നേടിയിട്ടുണ്ട്. ആദ് ബിൽഡേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ്റെ സ്ഥാപക ഡയറക്ടറും ഡിസൈൻ കൺസൾട്ടൻറ്റിൻ്റെ സഹസ്ഥാപകനുമാണ്. ഏറെ സന്തോഷത്തോടെ പരിചയപ്പെടുത്തട്ടെ ഇസ്ര എന്നിവരുടെ സ്നേഹനിധിയായ ഭർത്താവും നുഹ, നൈഫ്, നിവ എന്നിവരുടെ പിതാവും യുവ സംരംഭകരും ലീഡറുമായ നമ്മുടെ സോൺ വൈസ് പ്രസിഡന്റ് JCI സെനറ്റർ സനിൻ കൈപ്പാക്കിൽ. I request our ZVP, JCI Senator Senin Kaipakil to address the gathering. താങ്ക് യു JC അഷിക ഫോർ ദാറ്റ് ഇൻട്രൊഡക്ഷൻ. മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ എത്ര രസമുണ്ടെന്ന് മനസ്സിലായില്ല. എനിവേ താങ്ക് യു. റെസ്പെക്റ്റഡ് ചെയർമാൻ ആൻഡ് ന്യൂലി എലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് കാരശ്ശേരി മുഹമ്മദ് ആസാദ്, ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഡേ JCI PPP അഡ്വക്കേറ്റ് സിദ്ദീഖ്, മൈ സോൺ പ്രസിഡന്റ് അരുൺ EV, all dignitaries in the dais, JCs and non-JCs, family and friends. വളരെ സന്തോഷം ഇന്ന് JCI കാരശ്ശേരിയുടെ ഇങ്ങനെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനിൽ പങ്കെടുക്കാൻ ആസ് സോൺ വൈസ് പ്രസിഡന്റ് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഇന്ന് JCI സോൺ 21 ഒരു സോൺ ട്രെയിനേഴ്സ് സോൺ ഓഫീസേഴ്സിൻ്റെ ഒരു വർക്ക്ഷോപ്പ് കംപ്ലീറ്റ് ആയിട്ട് 5:30 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 6:30 തിരക്കപ്പെട്ട് വന്നത് അവിടെ. ഇത്ര നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ക്രൗഡിന് മുമ്പിൽ നിൽക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2024 പ്രസിഡൻറ്റ് റാഷിദ് യുടെ റിപ്പോർട്ട് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പം വളരെ, കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നടത്തിയ എല്ലാം ചിലപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ടാവില്ല. കാരണം എഴുതുകയാണെങ്കിൽ ഇതിലും വലിയ പുസ്തകം വേണ്ടി വരും. കാരണം ഒത്തിരി പ്രോഗ്രാമുകൾ വളരെ നമ്മളൊക്കെ നോക്കിക്കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഈ സോണിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രോഗ്രാമുകളും സോൺ ലോമിനെയും ചലിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രസിഡൻറ്റ് ഇവിടുന്ന് പടിയിറങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് പുതിയൊരു പ്രസിഡൻറ്റിനെ കിട്ടാനും പോവുക. ടുഗദർ വി ഹാവ് അക്കംപ്ലിഷ്ഡ് മൈൽ സ്റ്റോൺ ദാറ്റ് വിൽ ലീവ് എ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഓൺ കമ്മ്യൂണിറ്റി. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുള്ള ആദ്യത്തെ കുറച്ച് വരികളിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. ഞാൻ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞൊരു വർഷം വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഓടിയെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രസിഡൻറ്റിൻ്റെ കൂടെ ഓടിയെത്താൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒരുപാട് പരിശ്രമിച്ച ഒരു പ്രസിഡൻ്റാണ്. എനിവേ കൺഗ്രാജുലേഷൻ റാഷിദ് യു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷം അത്രയും ഭംഗിയുള്ളതായതുകൊണ്ടാണ്. ന്യൂ ബിഗിനിങ്സ് ആൻഡ് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ആർ അഹെഡ്. അദ്ദേഹത്തിൻ്റെ തന്നെ വരികളാണ്. കാരണം പുതിയ വരാൻ പോകുന്ന പ്രസിഡൻറ്റിനോടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയായിട്ട് തോന്നി. കാരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആസാദ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി പ്രസിഡൻ്റ് ആവാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വരും വർഷങ്ങളിലേക്കുള്ള പ്രൊജക്റ്റുകളൊക്കെ വായിച്ച സമയത്ത്, ഞാനിവിടെ കയറി വന്ന സമയത്ത് ആസാദിൻ്റെ പുതിയ പ്രസിഡൻറ്റിൻ്റെ ഒരു പാർട്ണർ എന്നോട് ചോദിച്ചു, എന്താണ് JCI? അപ്പം ഞാൻ കുറഞ്ഞ സമയമായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. JCI എന്ന് പറയുന്ന 18 മുതൽ 40 വയസ്സ് വരെ പ്രായത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് വ്യക്തമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. അപ്പം അറിയാത്തവർക്ക് വേണ്ടി ആ സോൺ വൈസ് പ്രസിഡന്റ് കുറഞ്ഞ സമയത്തിനകത്ത് ഇന്ന് ആസാദിൻ്റെ ഒരു പ്രൊജക്റ്റ് വായിച്ചതിൻ്റെ അകത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രസിഡന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടപ്പം കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. JCIക്ക് ട്രെയിനിങ് ഏരിയയിലോ അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റിലോ കൃത്യമായിട്ടുള്ള ആശയങ്ങളുണ്ട്. അത് റാഷിദ് യു വളരെ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ പ്രസിഡൻറ്റിനും അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എഡ്യൂക്കേഷണൽ ഏരിയയിൽ സ്കൂളിൽ ID ട്രെയിനിങ് പ്രോഗ്രാമും കോളേജിൽ ID ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നടത്തുമെന്ന് പറഞ്ഞു. ഈ ID ട്രെയിനിങ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് JCI മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്.
അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ഏരിയ, നിങ്ങളിപ്പോൾ കാണുന്ന പ്രസിഡൻറ്റ് അല്ലെ വൈസ് പ്രസിഡൻറ്റ്, അതേപോലെ തന്നെ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു പ്രോപ്പർ മാനേജ്ഡ് ഒരു സ്ട്രക്ചർ JCIക്ക് ഉണ്ട്. ആ ഒരു സ്ട്രക്ചർ കൊണ്ട് തന്നെയാണ് ഈ ലോക്കൽ ഓർഗനൈസേഷനിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ പഠിച്ച് സ്ഥാപനങ്ങളിലും ബിസിനസ്സിലും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാനും കൂടി വരുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് ഏരിയയിൽ ഈ വർഷം ഒരുപാട് ആക്ടിവിറ്റീസ് ആസാദ് ആസ് എ ബിസിനസ് ഏരിയയിലുള്ള ആൾ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ, ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ, കമാൽ പത്ര അവാർഡ് പോലും വാങ്ങിയിട്ടുള്ള ആളാണ് JCI ഇന്ത്യയുടെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആശയങ്ങൾ ഈ വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. അത് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. JCIയുടെ ഏബിൾ, ഞാൻ നേരത്തെ എൻ്റെ ഇൻട്രോയിൽ വായിച്ച് കേട്ടിട്ടുണ്ടാവും, ഏബിൾ അക്കാദമി ഫോർ ബിസിനസ് ആൻഡ് ലീഡർഷിപ്പ് എക്സലൻസ്. JCI ഇത്തരം നാഷണൽ ലെവലിലും സോൺ ലെവലിലും ലോക്കൽ ലെവലിലും അതായത് ലോം ലെവലിലും പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. എടുക്കുന്നവർക്ക് ഇറ്റ് ഈസ് ലൈക്ക് എ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ആവും. അതേപോലെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് അവസരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി ഏരിയയിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള ഒരു ലോക്കൽ ഓർഗനൈസേഷനാണ് കാരശ്ശേരി. അപ്പോൾ ഈ ലോക്കൽ ഓർഗനൈസേഷൻ കഴിഞ്ഞ വർഷത്തെ ഇമ്പാക്റ്റ്ഫുൾ പ്രോഗ്രാമുകൾ നടത്തിയ ഇതിൽ അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഈ വർഷവും അതേപോലെ അവാർഡുകൾ വാങ്ങാനോ അല്ലെങ്കിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്താനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്റ്റ് പോലുള്ള നല്ല പ്രൊജക്റ്റുകൾ ഒരുപാട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. എല്ലാത്തിനും നല്ല രീതിയിൽ കാര്യങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രേറ്റ് പവേഴ്സ് വിൽ ഫോളോ വിത്ത് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തങ്ങളാണ്, അത് കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പം വളരെ ഭംഗിയോടുകൂടി ആസാദിനും ഇപ്പം റാഷിദ് യു ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിന് കുറച്ച് കണ്ണീരായിട്ട് അദ്ദേഹം ഇറങ്ങി. അത് വേറൊന്നുമല്ല, ഇത്രയും എഫേർട്ട് ഇട്ട് ഒരാൾ ഒരു സ്ഥാനത്ത് നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു പ്രസിഡൻ്റ് ആവാൻ കഴിയട്ടെ എന്ന് ആസാദിനെ ആശംസിച്ചു കൊള്ളുന്നു. ജയ് JCI, ലെറ്റ്സ് റൈസ് അപ്പ്. താങ്ക് യു. I request JFT Dr. Anas Sedarath to introduce the leader of our zone. രണ്ടായിരത്തി 16 JCI കുന്നുംപുറം ലോക്കൽ ഓർഗനൈസേഷൻ്റെ ഒരു പ്രതിജ്ഞാബദ്ധ അംഗമായി തൻ്റെ യാത്ര ആരംഭിച്ച ഇദ്ദേഹം JCI പ്രസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 2017 ലോക്കൽ ഓർഗനൈസേഷൻ പ്രസിഡൻ്റായി പ്രവർത്തിച്ചു തുടങ്ങിയ ഇദ്ദേഹം മികച്ച കാഴ്ചപ്പാടും സേവന സന്നദ്ധതയും പ്രകടിപ്പിച്ചു. 2018 സല്യൂട്ട് ദ സൈലന്റ് വർക്കർ പരിപാടിയുടെ സോൺ കോർഡിനേറ്ററായി. സോണിലാകെ 70-ലധികം പരിപാടികൾ നടത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മികച്ച സംഭാവന നൽകി. 2019 സോൺ വൈസ് പ്രസിഡൻ്റായി. അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിലും ഫൗണ്ടേഷനിലേക്ക് 3 ലക്ഷം രൂപയുടെ സംഭാവന നേടുന്നതിലും നിർണായക പങ്കുവഹിച്ചു. 2020 നാഷണൽ കോർഡിനേറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് എന്ന പദവിയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി 100 കണക്കിന് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. 2021 സോൺ ഡയറക്ടർ മാനേജ്മെൻറ്റായി. കോവിഡ് മഹാമാരിയുടെ കാലത്ത് വിർച്വൽ റീജിയൺ ഗാല പോലെയുള്ള ശ്രദ്ധേയമായ പരിപാടികൾ നടത്തി. 2023 നാഷണൽ പ്രസിഡൻറ്റിൻ്റെ എക്സലൻസ് അവാർഡും ആസ്പെക്ട് പരിപാടിയുടെ മികച്ച കോർഡിനേഷനുള്ള അംഗീകാരവും ലഭിച്ചു. 2024 സോൺ ഡയറക്ടർ ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റായി. സോൺ 21ൻ്റെ വളർച്ചയ്ക്കും 6 ലക്ഷത്തിലധികം ഫൗണ്ടേഷൻ സംഭാവനയ്ക്കും നേതൃത്വം നൽകി. വേൾഡ് പ്രസിഡന്റ് JCI PPP കവിൻകുമാർ കുമരവേലിന് സോൺ 21 നൽകിയ ഭവ്യമായ ആദരസൂചക പരിപാടിയുടെ വിജയം ഇദ്ദേഹത്തിൻ്റെ സംഘാടന മികവിൻ്റെ മകുടോദാഹരണമാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയും ഹൈഡ്രോഫിൽ എന്ന ജലശുദ്ധീകരണ കമ്പനി ഡയറക്ടറുമായ ഇദ്ദേഹം കുടുംബം, തൊഴിൽ, JCI പ്രവർത്തനങ്ങൾ എന്നിവയിൽ അതുല്യമായ സമന്വയം പുലർത്തുന്നു. JC പ്രിയങ്കയുടെ വിശ്വസ്ത ജീവിത പങ്കാളിയും വിഹാൻ്റെ സ്നേഹ പിതാവുമായ ഇദ്ദേഹം ബിസിനസ്സിൽ വിജയം ആഗ്രഹിക്കുന്നവരെയും വിജയിച്ചവരെയും വേർതിരിക്കുന്നത് പ്രതിജ്ഞാബദ്ധതയാണ് എന്ന വിശ്വാസത്തോടെ മുന്നേറുന്നു. JCI ഇന്ത്യ സോൺ 21ൻ്റെ 2025 കരുത്തനായ പ്രസിഡന്റ് JCI PPP അരുൺ EVയെ ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു. താങ്ക് യു.
I request the MC to introduce the new members, and I kindly request them to come forward and assemble in front of the dais. A dedicated job trainer from Pannikod holds a graduate degree and is passionate about helping others to develop their skills for career success. She is a loving wife to Munir and a proud mother to Izan Hadi and Emin Aizal. Mrs. Rishana PT. This young and passionate special education trainer for Ambalakandi is dedicated to empower children with special needs. She is the loving wife of Hasif and a proud mother to Hanan, Hamdan and Adnan. Mrs. Sumaya Hasif, please come forward. A dedicated teacher at Ansar English School based in Koduvalli, passionate about education and shaping young minds to inspire them to achieve their best. She is happily married to Shabir and is a proud mother of 2 children. Mrs. Rishana KK. This cheerful young man, an English trainer from Omasheri, is passionate about traveling, teaching and training. With a vibrant personality of love for exploring new places, he brings enthusiasm and energy to both of the profession and personal life. Mr. Muhammad Suhail KT, please come to the dais. This judicious and esteemed gentleman hails from Puttur Omasheri. An engineer by profession, he is happily married to Farhana Munfida. Mr. Amin Ashraf, please come forward to take the oath. This energetic and meticulous business profession from Mukkam is known for his sharp and focus and dedication. In addition to this passion for football, he is the proud owner of a popular coffee shop. Mr. Naushid K, please come forward. This young man, a native of Nellika Parambu, is the proud owner of Amana Travels. With a passion of cricket and travel, he combines his love for exploring with his entrepreneurial spirit, helping others discover new places. Mr. Yasir E, please come forward. A talented wild photographer by passion, currently working as a photojournalist at Siraj Daily newspaper, originally from Kudiyatur. Mr. Hassanul Basri, please come forward. A diploma holder in civil engineering, an innovative entrepreneur with a strong focus on crypto-related ventures. He is happily married to Shahalat and is a proud father to 1 child. Along with this entrepreneurial spirit, he enjoys playing chess. Mr. Muhammad Faiz, please come forward. This man from Kudiyatur, a civil engineering graduate, is the loving husband of Suhana, Lulu and proud father of Adam and Tazim. As the owner of Space Builder, he combines his professional experience with a passion for building and innovation. Mr. Jamshid KT, please come forward to take the oath. An MBA holder in international tourism for Kumbara is actively involved in tourism business. With a deep passion for travel and football, he combines his love for exploration with his career. Mr. Ashik Rahman, please come forward. I request our zone president JCI PPP Arun EV to induct the new members, and then after sir, please address the gathering. Dear leaders, are you ready? Yes. Please raise your right hand and repeat after me. I do solemnly promise that I will faithfully serve the purposes of the Junior Chamber
and shall at all times uphold its ideals and principles. കൈതാഴ്ത്തിയിട്ടോളൂ. With the permission of August gathering, I hereby declare these ladies and gentlemen are the members of Junior Chamber International. Welcome to JCI. Most respected chairman of this 6th installation ceremony of JCI Garasheri, JC Anas Asad, chief guest of the day, my zone president when I was a zone vice president, JC Phil Fexley, patron advocate Siddiq, zone vice president, JC Senator Sanin, immediate past president, JFM Rashidiu, secretary Hafiz,
Program Director Muhammad Salim, galaxy of leaders, JCA members, family members, President-elects, good evening to one and all. റാഷിദ് ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസാണ് നമുക്ക് എല്ലാവർക്കും തന്നത്. ഒരു സോൺ പ്രസിഡന്റ് റിപ്പോർട്ട്, അതായത് സോൺ കോൺഫറൻസിൽ സബ്മിറ്റ് ചെയ്യുന്ന പോലെ ഒരു റിപ്പോർട്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിവരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും കുറച്ച് കറേജ് വേണം. കാരണം അത് നിറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ എഴുതണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു വിഷനോടുകൂടെ ചെയ്ത 2024 പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ 100% എഫിഷ്യൻറ്റ് ലോക്കൽ ഓർഗനൈസേഷനാക്കി മാറ്റിയ, 24% ഇൻറ്റേർണൽ ഗ്രോത്ത് നേടിയ, 2 നാഷണൽ ട്രെയിനേഴ്സിനെ സംഭാവന ചെയ്ത, തൊട്ടതെല്ലാം പൊന്നാക്കിയ 2024 പ്രസിഡന്റ് റാഷിദ് യു, കൺഗ്രാജുലേഷൻസ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കയ്യടി പോരാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ക് യു, ചോദിച്ച് മേടിച്ചു കൊടുത്തത് അദ്ദേഹം അത് ഡിസേർവിങ് ആയതുകൊണ്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടി ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ചെറിയ വിങ്ങലോട് കൂടിയാണ് അത് നിങ്ങൾക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്തത്. അദ്ദേഹം എത്രത്തോളം ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു പ്രസിഡൻഷിപ്പ് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ്. അദ്ദേഹം അത് ഒഴിഞ്ഞു പോകുമ്പോൾ, പ്രസിഡൻഷിപ്പ് കൈമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെയാണ് ആ ഒരു വിങ്ങലോടുകൂടി അത് നിർത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത പാസ്റ്റ് പ്രസിഡൻസ്, ഗാലക്സി ഓഫ് പാസ്റ്റ് പ്രസിഡൻസ് എല്ലാവരും അദ്ദേഹം ഓരോ നിമിഷവും സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലൊരു ചെറിയ ഈറനുണ്ടായതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത്തരത്തിൽ ഈ ഒരു ഓർഗനൈസേഷൻ 2024 മുന്നോട്ട് നയിച്ച ഒരു വ്യക്തി, ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആസാദിനെ സംബന്ധിച്ചിടത്തോളം ഗൈഡൻസ് അതിനൊരു കുറവുണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എവിടെ വെച്ച് നിർത്തിയതോ അതിനപ്പുറത്തേക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോകണം എന്ന തരത്തിലുള്ളൊരു പ്രസിഡൻസ് മെസ്സേജാണ് അദ്ദേഹം ഈ ബുക്കിലൂടെ എഴുതി വെച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് തീർച്ചയാണ്. റാഷിദ് യു വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ ഓരോ സമയങ്ങളും ഓരോ സംശയവുമായിട്ട് വിളിക്കും. അദ്ദേഹം ഓരോ കാര്യങ്ങളും ക്ലാരിറ്റിയോടുകൂടെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. കഴിഞ്ഞ വർഷം സോൺ ഡയറക്ടർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ ഞാൻ ഓരോ സമയവും അദ്ദേഹവുമായിട്ട് ഇടപെടുമ്പോൾ, അദ്ദേഹം ഓരോ സംശയങ്ങളുമായിട്ട് വരുമ്പോൾ, അദ്ദേഹം ലോക്കൽ ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലാരിറ്റിയോടുകൂടെ കാര്യങ്ങൾ ഡെലിവർ ചെയ്യണം എന്ന ആഗ്രഹത്തിന് മുന്നിലാണ് വന്നത്. അത്തരത്തിലുള്ളൊരു ലീഡർഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു സപ്പോർട്ട് സിസ്റ്റം IPP ആയിട്ട് മുന്നിട്ടുണ്ടാകുമ്പോൾ 2025 വർഷം മുന്നോട്ട് നയിക്കാൻ ആസാദിനും ടീമിനും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് നിസ്സംശയം പറയാം. 2025 വർഷം ആസാദ് ഒരുപാട് മികച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. എല്ലാ മേഖലയിലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ മാത്രമായിരിക്കും അദ്ദേഹത്തിനും ടീമിനും ഈ വർഷത്തെ ഓടിത്തീർത്ത ആ ഒരു നമ്മുടെ എത്തിയ ടാർഗറ്റിനപ്പുറം എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാണ്. അപ്പോൾ തീർച്ചയായും ആദ്യമേ ഓടിത്തുടങ്ങുകയാണ് അദ്ദേഹം ചെയ്തത്. 2025 വർഷം പ്രസിഡൻ്റായി സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച ആസാദ് സസ്റ്റൈനബിൾ പ്രൊജക്റ്റ് അടക്കം ഒരുപാട് മികച്ച പ്രവർത്തനങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്ത ആസാദ് ഈ 2025 വർഷം നിങ്ങളുടേതാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് ഓരോ ആളുകളും വ്യത്യസ്തരാകുന്നത്. ജീവിച്ച് മരിക്കുന്ന സമയം വരെ മറ്റുള്ളവരിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമാക്കുന്നത്, മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് ഓരോ കാര്യങ്ങളിലും പുതിയ പുതിയ മാറ്റങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഒരു ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ മെമ്പർ എന്ന രീതിയിൽ നമുക്ക് കിട്ടിയ പ്രിവിലേജസ്, നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ പ്രിവിലേജസ് പുതിയ ആളുകളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഓരോ ഓഫീസർ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ കഴിയുന്നത്. 11ഓളം പുതിയ മെമ്പേഴ്സിനെ ഇൻഡക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു പുതിയ തുടക്കം കാരശ്ശേരി മുന്നോട്ട് വച്ചിരിക്കുകയാണ്.
അദ്ദേഹത്തിനും ആ വരുന്ന 11 മെമ്പേഴ്സിനോടും പറയാനുള്ളൊരു കാര്യം ഒന്ന് മാത്രമാണ്. ഈ ഒരു ഓർഗനൈസേഷനെ പറ്റി പഠിക്കുക, ഇതിൻ്റെ ഏരിയാസ് ഓഫ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ ഒരു ഓർഗനൈസേഷനിലുണ്ട്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഏരിയ ഫൈനൽ ചെയ്യുക, അതിൽ ഇന്നു മുതൽ വർക്ക് ചെയ്ത് തുടങ്ങുക. 2016 ഇതുപോലെ ഒരു ന്യൂ മെമ്പറായിട്ട് കടന്നു വന്ന ഞാൻ ഇന്ന് മേഖല 21-ൻ്റെ സോൺ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ എനിക്ക് തന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ എനിക്കും എൻ്റെ ടീമിനും തന്ന സപ്പോർട്ട് ഒന്ന് മാത്രമാണ്. ഇന്ന് ഈ ഒരു ഡയസിന് മുന്നിൽ ഡയസിലിരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പുതിയ മെമ്പേഴ്സായിട്ട് ഇൻഡക്റ്റ് ചെയ്ത ഓരോരുത്തർക്കും അത് സാധിക്കും എന്നാണ് നിങ്ങൾക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്. തീർച്ചയായും നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്ന പ്രവർത്തനം ഈ വർഷം കാഴ്ചവെക്കുമെന്ന് നിങ്ങളുടെ പ്രസിഡന്റിനോട് നിങ്ങൾ വാക്കുകൊടുക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ, നിലനിൽക്കുന്ന തരത്തിലുള്ള പ്രൊജക്റ്റുകൾ, ഈ വർഷം നിങ്ങൾ ചെയ്തതെന്ന് എന്നും പറയത്തക്ക വിധത്തിലുള്ള പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ട് നാടിനും സൊസൈറ്റിക്കും വരുന്ന ജനറേഷനും നിങ്ങളൊരു മാതൃകയായി മാറിക്കൊണ്ട് 2025 വർഷം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമായിരിക്കും ഈ 2025 വർഷം നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ഒരു ലോക്കൽ ഓർഗനൈസേഷനെ മുന്നോട്ട് നയിച്ചത് എന്ന് നാളെ പറയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാം. ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം, ടേക്ക് ഓഫ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത്. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യേണ്ടത് നിർബന്ധമായ കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ലാൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. എപ്പോൾ, ഏത് സമയം വരെ? നിങ്ങളുടെ ഫ്ലൈറ്റിൽ ഇന്ധനമുള്ള സമയം വരെ. അത് കഴിഞ്ഞാൽ അതൊരു ക്രാഷ് ലാൻഡ് ആയിരിക്കും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ലോക്കൽ ഓർഗനൈസേഷൻ പ്രസിഡന്റ് വിചാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിഷൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ ലാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. 2025 വർഷം മുക്കം ഏരിയയിൽ, കാരശ്ശേരി മുക്കം ഏരിയയിൽ മികച്ച പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് വരാൻ കഴിയട്ടെ. 2025 വർഷം, ഈ വർഷം രാമനാട്ടര ആതിഥ്യമരുളുന്ന സോൺ കോൺഫറൻസിൽ ഒരുപാട് മികച്ച, ഇതിലും കൂടുതൽ അവാർഡുകൾ നേടിയെടുക്കാൻ കഴിയട്ടെ. ഈ അവാർഡ് നേടിയെടുക്കാനുള്ള ടെക്നിക്സ് IPP പറഞ്ഞു തരും. +1 എങ്കിലും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു IPPയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകണം. കാരണം എന്ന് വെച്ചാൽ സാധാരണ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വളരെ വിരളാണ്. ഈ വർഷത്തെ ഒരു അവാർഡ് പ്രസിഡന്റ് റെക്കഗ്നീഷനിൽ ശരിക്കും പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ന്യൂ ലേഡി JC മെമ്പർ ഓഫ് ദ സോൺ അവാർഡ് സാധാരണ കൊടുക്കാറില്ല, ഞാൻ കണ്ടിട്ടില്ല. അത് തീർച്ചയായും അദ്ദേഹം ഈ ഒരു ഓർഗനൈസേഷന് നല്ലൊരു ഗസ്റ്ററാണ് കാണിച്ചത്. തീർച്ചയായും അതിനും കൂടെ അപ്രീസിയേഷൻ പറഞ്ഞുകൊണ്ട് 2025 വർഷം മികച്ചതാക്കി തീർക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഇതിൽ എത്ര പേജുണ്ടോ അതിലും കൂടുതൽ പേജുള്ള റിപ്പോർട്ടുമായിട്ട് അടുത്ത വർഷം ആസാദിനും ടീമിനും വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് JCS. I request JC HGF Nias Kaidakadan to introduce the chief guest of the day, JCI PPP Advocate Siddiq. ഗുഡ് ഈവനിങ്. JCI തിരൂരങ്ങാടിയുടെ JJ ചെയർമാനായി 2003 JCI പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഇദ്ദേഹം 2014 ലോക്കൽ ഓർഗനൈസേഷൻ പ്രസിഡന്റായും 2016 സോൺ വൈസ് പ്രസിഡന്റായും 2017-18 വർഷങ്ങളിൽ സോൺ ഡയറക്ടർ പ്രോഗ്രാമായും സേവനമനുഷ്ഠിച്ചു. 2019 സോൺ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം മേഖല 21-നെ JCI ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സോണായി വളർത്തിക്കൊണ്ട് ആ വർഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സോൺ പ്രസിഡന്റിനുള്ള അവാർഡ് കരസ്ഥമാക്കി. 2020 നാഷണൽ ഡയറക്ടർ ട്രെയിനിങ്ങായും 2021 ജനറൽ ലീഗൽ കൗൺസിലായും സേവനമനുഷ്ഠിച്ചു. ലീഡർഷിപ്പിൽ ഉയരങ്ങൾ കീഴടക്കുന്നതോടുകൂടെ തന്നെ
ട്രെയിനിങ് മേഖലയിലെ പരമോന്നത ബഹുമതികളായ നാഷണൽ ട്രെയിനർ, ഓതർഷിപ്പ് എന്നിവ കരസ്ഥമാക്കുകയും ചെയ്തു. നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ച ഇദ്ദേഹം വേൾഡ് കോൺഗ്രസ്, ഏഷ്യ പസഫിക് കോൺഫറൻസ് എന്നിവയിലും സംബന്ധിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദവും ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് വെയിൽസിൽ നിന്ന് MBAയും കരസ്ഥമാക്കിയ ഇദ്ദേഹം നിലവിൽ അറിയപ്പെടുന്ന ഏറെ തിരക്കുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഏറെ സന്തോഷത്തോടെ പരിചയപ്പെടുത്തട്ടെ, ഫാത്തിമ സുഹറയുടെ പ്രിയതമൻ ഗസൽ, റസൂൽ, ദയ എന്നിവരുടെ പിതാവ്, സോൺ 21 ജനപ്രിയ നായകൻ, സോൺ പ്രസിഡന്റ് 2019, one and only GLC from Zone 21, today's chief guest, JCI PPP Advocate Siddiq CK. Thank you. I request JCI PPP Advocate Siddiq to address the gathering. താങ്ക് യു ജെസി നിയാസ് ഫോർ യുവർ നൈസ് ഇൻട്രൊഡക്ഷൻ. ഞാൻ ഒത്തുകൊടുത്ത് ഞാൻ സോൺ പ്രസിഡൻ്റായ സമയത്ത് ഈ മഹത്തായ സംഘടനയിലേക്ക് കൊണ്ടുവന്ന ചെറുപ്പക്കാരനാണ്. ഇന്നും അതിലേറെ ചെറുപ്പം, സന്തോഷം. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും 2025 വർഷത്തെ JC കാരശ്ശേരിയുടെ നായകൻ JC ആസാദ് മുക്കം, ദ ലീഡർ ഓഫ് Zone 21, ചോട്ടാ പാക്ക്, ബഡാ ദിമാക്ക, മൈ സോൺ വൈസ് പ്രസിഡൻറ്റ്. 2019 വർഷത്തിൽ ഞാൻ സോൺ പ്രസിഡൻ്റായ സമയത്ത് ഏത് കാര്യങ്ങളും ഒരു 4-5 ആളുകളിലൂടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സോൺ പ്രസിഡൻഷിപ്പിൽ ആ വർഷത്തെ മേഖല 21 മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് സോൺ വൈസ് പ്രസിഡൻറ്റ് ആൻഡ് ദ ലീഡർ ഓഫ് കറണ്ട് സോൺ 21, മൈ ഗുഡ് ഫ്രണ്ട് ZP അരുൺ, കൈയടിച്ചു കൊടുക്കട്ടോ. പിന്നെ ലത്തീഫ് ഖാൻ്റെ കൂടെയുള്ള ഗഫൂർ സാഹിബിനോടൊരു കാര്യം പറയാനുണ്ട്. ഇൻസ്റ്റലേഷൻ സെറിമണിയിൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾ JCI പരിപാടിയിൽ കുറേ ആളുകൾ ചിലപ്പോൾ റാഷിദിൻ്റെയും ആസാദിൻ്റെയൊക്കെ വാക്ക് കേട്ട് വന്നിട്ടുണ്ടാവും. ചീഫ് ഗസ്റ്റാണ് ഞാൻ, അതായത് മുഖ്യാതിഥി. എൻ്റെ പ്രസംഗത്തോടു കൂടി പിന്നെ ഭക്ഷണമായിരിക്കും. അപ്പോൾ പുറത്ത് വെള്ളം കുടിക്കാൻ പോയവരും ഫോൺ ചെയ്യാൻ പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഗഫൂർ സാഹിബ് കയറിയിരിക്കാൻ പറഞ്ഞോളൂ. ഇങ്ങനെ ഫുഡിൻ്റെ കൂപ്പൺ കണക്കെടുക്കാൻ ഡോക്ടർ അൽക്കവിടെ കാത്തിരിക്കുന്നുണ്ട്. സർവീസിംഗ് സോൺ വൈസ് പ്രസിഡൻറ്റ്, വളരെ ഹൃദ്യമായ ഭാഷയിൽ സംസാരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ZVP സനിൻ, 2024 വർഷത്തെ JC കാരശ്ശേരിയിലെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നയിച്ച JC റാഷിദ്, ഓൾറെഡി റിപ്പോർട്ടിനെ കുറിച്ച് എല്ലാവരും മെൻഷൻ ചെയ്തു കഴിഞ്ഞു. ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ JC സലീം, 2019 ഞാൻ സോൺ പ്രസിഡൻ്റ് ആവുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ലോക്കൽ ഓർഗനൈസേഷൻ പ്രസിഡൻറ്റ്, അന്ന് JC മുക്കത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് JC ലത്തീഫ്, ഡോക്ടർ അൽക്ക്, 2019 പ്രസിഡൻറ്റുമാർക്ക് സ്പോജൻ എന്നാണ് പേര്, സ്പാർക്ക് പ്രസിഡൻറ്റ്സ് ഓൺലി. ആ പേര് രൂപകൽപ്പന ചെയ്ത ആളാണ് ഡോക്ടർ അൽക്ക്. താങ്ക് യു ലത്തീഫ് ജി. എൻ്റെ 2019 ഏറ്റവും മികച്ച പുതിയ JC മെമ്പറായി തെരഞ്ഞെടുത്ത് JC നിയാസ്, 2020 ഏറ്റവും പുതിയ യെല്ലോ പ്രസിഡന്റ് കൂടി അവാർഡ് നേടിയ ആളാണ്. ഇന്ന് പുതിയ മെമ്പേഴ്സായി ആസാദിൻ്റെ വാക്ക് കേട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഒരു പറ്റം ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. സോൺ പ്രസിഡന്റ് ഒത്തെടുക്കാൻ പറഞ്ഞു, കൈ പൊക്കി. പ്രോമിസ് ദാറ്റ് എന്ന് പറഞ്ഞ വേർഡുണ്ട്. കാണാതെ പഠിച്ചതാണോ, സർക്കുലേറ്റ് ചെയ്തതാണോ, വാട്സപ്പ് വന്നതാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. 2002 ഏതാണ്ട് 22 വർഷം മുമ്പ് എൻ്റെ നാട് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലാണ്. തിരൂരങ്ങാടി ചെമ്മാട് എന്ന് പറയുന്ന സ്ഥലത്ത് 22 വർഷം മുമ്പ് ഒരു JCIയുടെ മീറ്റിംഗ് ഉണ്ടായി. 22 വർഷം മുമ്പ് ബിരിയാണിക്ക് കുറച്ചും കൂടി ഡിമാൻഡാണ്. ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞു. എൻ്റെ നാട്ടിലെ ഒരു ലൈബ്രറിയിൽ നടത്തുന്ന ഒരു സുഹൃത്തുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്, പോയി കഴിഞ്ഞാൽ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പോയി 2ാമത്തെ 3ാമത്തെ റോയിൽ ഇരുന്ന് കുറേ ആളുകൾ വരും, പ്രസംഗിക്കും, പോകും. ബിരിയാണിയും ഇല്ല, പ്രസംഗം എത്തിരാന്ന് എപ്പോഴാന്ന് അറിയുന്നില്ല. അവസാനം അന്ന് ബിരിയാണി കഴിക്കാൻ നിന്നതുകൊണ്ട് 2003 അന്ന് മലപ്പുറം ജില്ലയിലെ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ എങ്ങനെയോ 12ാം ക്ലാസ്സും പാസ്സായി നിൽക്കുന്ന ഞാൻ LLB എടുത്തു, സോൺ പ്രസിഡൻ്റായി.
ജനറൽ ലീഗൽ കൗൺസിലായി. ബാക്കി ഞാൻ വൈകിയെ പറയാം. ഈ ബിരിയാണിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പാസ്റ്റ് പ്രസിഡന്റുമാരായിട്ടുള്ള ഡോക്ടർ റിയാസ്, അമരൻ്റെ ശിവകാർത്തികേയൻ്റെ ഒരു ലുക്കുണ്ട് ഞാൻ കണ്ടപ്പോൾ. ഡോക്ടർ റിയാസ്, ഡോക്ടർ നാഷണൽ ട്രെയിനർ ഡോക്ടർ അനസ്, ഷറസ്, പിന്നെ മുക്കത്ത് വേറൊരു ആസാദും കൂടി ഉണ്ട്. ഇവിടെ ഉണ്ട്. ക്യാമറ ഉണ്ടെങ്കിൽ ഓണാക്കണേ. എൻ്റെ ഞാൻ പ്രസംഗിക്കുന്ന നാളെ ചാനലിൽ കാണണമെങ്കിൽ ആസാദ് വിചാരിക്കണം. ആസാദെ വെറുതെ പറഞ്ഞല്ല കേട്ടോ, മൊബൈൽ ആരെയും കൈ കൊടുക്കും. മേഖല 21 സോൺ ഓഫീസർമാരായിട്ടുള്ള സോൺ ഡയറക്ടർ GND, ഏതൊരു സോൺ പ്രസിഡന്റ് പകൽ ഉറങ്ങിയാൽ പോലും സ്വപ്നത്തിൽ കാണുന്ന ഒരു പോസ്റ്റാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. 2019 ഇതുപോലെ കുണ്ടോട്ടി KTDC ഹോട്ടലിൽ വെച്ച് ഞാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്ത ഫഹദ് സോൺ ഡയറക്ടർ GND ആയി ഇവിടെ കാണുന്നതിൽ സന്തോഷം. സോൺ ഡയറക്ടർ കൈയടിച്ചു കൊടുക്കട്ടോ. സോൺ ഡയറക്ടർ മാനേജ്മെൻറ്റ് ഏഷ്യ പസഫിക് കൺവെൻഷനിൽ ഇന്തോനേഷ്യയിലും പ്രത്യേക മീറ്റിംഗ് സിംഗപ്പൂരിലും നടക്കുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് ആവാൻ ഭാഗ്യം ലഭിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്നേഹലാളനകൾ ഞാൻ അനുഭവിച്ചറിഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത് JC ഗോപകുമാർ, JC ഗോകുൽ, ചേവായൂരിലെ പ്രസിഡൻ്റിൻ്റെ പേര് ഞാൻ എന്തായാലും പറയും. പ്രസിഡന്റ് ഓഫ് JCI ചേവായൂർ JC കവിത ബിജേഷ്, പ്രസിഡന്റ് ഓഫ് JCI കാലിക്കറ്റ് സിറ്റി JC സൂരജ്, പ്രസിഡന്റ് ഓഫ് JCI പാണ്ടിക്കാട് സതീഷ്. കാരണം കവിതൻ്റെ പേര് മാത്രം പറയണ്ടല്ലോ, വേറെ 2 പ്രസിഡന്റും. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, JC കുടുംബാംഗങ്ങളെ, ഒരുപാട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും ഇത് എപ്പോഴാ തീരാതെ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ. ഇതോടുകൂടി ഇവിടെ അവസാനിക്കും. 2025 ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ ലോകത്തെ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിൻ്റെ 2025 മുദ്രാവാക്യം എന്നുള്ളത് റൈസപ്പ് എന്നുള്ളതാണ്. തായ്വാനിൽ വെച്ച് തൊട്ടടുത്ത് നടന്ന കൺവെൻഷനിൽ വെച്ച് 2025 വർഷത്തേക്ക് ജൂനിയർ ചേംബർ ഇൻ്റർനാഷണലിനെ നയിക്കാൻ നിയുക്തനായ കെസുകെ ഷമിയമയുടെ, സ്പെല്ലിങ്ങിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഗോപകുമാർ, ഞാൻ പോളിടെക്നിക്കിൽ പഠിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വാക്യമാണ് റൈസപ്പ് എന്നുള്ളത്. ടു എലവേറ്റ് അവർ സെൽഫ് ആൻഡ് അവർ മെമ്പേഴ്സ് ടു ഓവർകം ചലഞ്ചസ് ആൻഡ് ടു ഇൻസ്പയർ പോസിറ്റീവ് എന്നുള്ളതാണ്. 2025 വർഷം ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്നുള്ളത് തന്നെ ടു എലവേറ്റ് അവർ സെൽഫ് ആൻഡ് ടു അക്സെപ്റ്റ് ദ ചലഞ്ച് ആൻഡ് ടു ഇൻസ്പയർ അതേഴ്സ് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങിയ സമയത്ത് സൂചിപ്പിച്ചു, 10 മക്കളുള്ള ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ 12ാം ക്ലാസ്സും കഴിഞ്ഞിരിക്കുന്ന ഞാൻ 2002 വർഷത്തിൽ JCIൻ്റെ ഒരു ഫംഗ്ഷനിൽ പോയപ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ട്, പ്രസംഗം കേട്ട സമയത്താണ് അറിഞ്ഞത് അദ്ദേഹം ഒരു വക്കീലായിരുന്നു എന്ന്. ചെറുപ്പത്തിൽ അങ്ങനെയുള്ള ബസ്സിൽ പോകുമ്പോൾ മുന്നിലിരുന്ന ബസ് ഓടിക്കുന്ന ഡ്രൈവറാവണമെന്ന് ആഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. നിങ്ങൾക്കുണ്ടോയെന്ന് അറിയില്ല. പെട്രോൾ പമ്പിൽ പോയ സമയത്ത് യൂണിഫോം ഇട്ട് പെട്രോൾ പമ്പ് 22 കൊല്ലം മുമ്പത്തെ കഥാട്ടോ പറയുന്നത്. എല്ലാവർക്കും യൂണിഫോമാണ്. പെട്രോൾ പമ്പിൽ യൂണിഫോം ഇട്ട പെട്രോൾ പമ്പുകാരനെ കണ്ടിട്ട് ആ ജോലി എങ്ങനെ കിട്ടുമെന്ന് അന്വേഷിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഞാനൊരു വക്കീലാവണമെന്ന് ആഗ്രഹിച്ചു. വക്കീലാവാൻ വേണ്ടി ഒന്നും അറിയില്ല, ഒന്ന് എൻട്രൻസ് ചെയ്തിട്ടൊന്നും അറിയില്ലായിരുന്നു. +2 കഴിഞ്ഞ് ജൂനിയർ JC ചെയർമാനായി തിരൂരങ്ങാടിയിൽ ജോയിൻ ചെയ്ത് അനവധി പരിശീലന പരിപാടികളിലൂടെ പങ്കെടുക്കാൻ സാധിച്ചു. LLB പഠിച്ചു, LLB പാസ്സായി, സോൺ ട്രെയിനറായി. ആ സമയത്ത് PG എടുക്കണമെന്നൊരാഗ്രഹം, വിദേശത്ത് പോകാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. PG ചെയ്യണമെങ്കിൽ വിദേശത്ത് ചെയ്യണമെന്ന്. ഒരു സാധാരണ കുടുംബത്തിൽ സ്വന്തം വീട്ടിലേക്ക് റോഡില്ല. ലോണ് കിട്ടണമെങ്കിൽ, ഇതിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാം, ലോണ് കിട്ടണമെങ്കിൽ റോട്ടിലേക്ക് വാഹനം പോകണം. ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ അതിനും മാർഗം ഉണ്ടാക്കി തന്നു. എനിക്കറിയുന്ന ഒരു വക്കീൽ സുഹൃത്ത്, അദ്ദേഹം ഒരു ബാങ്കിൻ്റെ പേരൊന്നും പറയില്ല, ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസറായിരുന്നു. ലോണ് പാസ്സായി. ഞാൻ PG പഠിച്ചത് ലണ്ടനിലാണ്. ഒരു പൈസ എൻ്റെ കയ്യിലോ എൻ്റെ വീട്ടിൽ നിന്നില്ല. എല്ലാം ഓൺലി ബിക്കോസ് ഓഫ് ദ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ സുഹൃത്തുക്കൾ സ്പോൺസർഷിപ്പ് ചെയ്താണ്. നാളെ ലണ്ടനിലേക്ക് പോകാൻ പൈസ തരും എന്നല്ല ഇതിൻ്റെ അർത്ഥം. പണയം വെക്കാൻ സ്വർണം തരും വിശ്വസിക്കുന്ന ആളുകൾ. ഭാര്യമാരെ സ്വർണം പണയം വെക്കാൻ തരും, നിങ്ങൾ എടുത്തും കൊടുക്കണം. കാരണം നാളെ ഗോപകുമാർ പോയിട്ട് അയാൾ അങ്ങനെ സംസാരിച്ചിട്ട് ലണ്ടൻ പോയി സ്വർണം കിട്ടുന്നൊന്നുമില്ല. വിശ്വസിക്കാം. ഈ സംഘടനയുടെ സ്ലോഗൻ ബി ബെറ്റർ. എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അതിന് ഒരു പടി നിങ്ങളെ മുന്നോട്ട് നയിക്കാനാണ് ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്ന സംഘടന നമ്മോട് പഠിപ്പിക്കുന്നത്. ലണ്ടനിലൊക്കെ പോയി വന്ന് 2012 ഞാൻ തിരിച്ചു വന്നു. പ്രസിഡൻ്റ് ആവാൻ ആഗ്രഹം ഉണ്ടായി. ഇന്ന് ചേവായൂർ പ്രസിഡന്റ് വന്ന പോലെ ഞാനും വന്നു. 2000 സോൺ പ്രസിഡന്റ് വന്ന് എനിക്കറിയില്ല, 4-5 വർഷം ഞാൻ വിദേശത്തല്ലേ, ഡ്യൂസ് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എങ്ങനെ സോൺ പ്രസിഡന്റ് ആവുമെന്ന് ചോദിച്ചു. ലോൺ പ്രസിഡന്റ് ആവണം ആദ്യം. അങ്ങനെ 2014 ലോ പ്രസിഡൻ്റായി, 15 സോൺ വൈസ് പ്രസിഡൻ്റായി. ഈ സോൺ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് എൻ്റെ ആഗ്രഹം,
ഞാനൊരു വക്കീലായിരുന്നു. ഐ വാണ്ട് ടു ബിക്കം ജനറൽ ലീഗൽ കൗൺസിൽ ഓഫ് JCI ഇന്ത്യ. എങ്ങനെ ഇത് JCI ഇന്ത്യയിൽ ഒരു വക്കീൽ പോസ്റ്റ് ഉണ്ട്, ഒറ്റ പോസ്റ്റാണ്. ഒറ്റ നാഷണൽ പ്രസിഡൻ്റേ ഉള്ളൂ, സോണിന് ഒറ്റ സോൺ പ്രസിഡൻ്റേ ഉള്ളൂ. അതുപോലെ JCI ഇന്ത്യക്ക് ഒറ്റ വക്കീലേ ഉണ്ടാവുള്ളൂ ഓരോ വർഷത്തിൽ. ഐ വാണ്ട് ടു ബിക്കം ദാറ്റ് പോസ്റ്റ്. എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് സോൺ പ്രസിഡൻ്റ് ആവണം എന്നൊക്കെ പറഞ്ഞു. സോൺ പ്രസിഡൻ്റ് ആയി, ഒരുപാട് ആളുകളെ സ്നേഹം കൊണ്ട് നാഷണൽ ഡയറക്ടർ ട്രെയിനിങ് ആയി, ജനറൽ ലീഗൽ കൗൺസിലായി. ആഗ്രഹിച്ച സ്വപ്നങ്ങളെല്ലാം പാതി വഴിയിൽ നിർത്താതെ കൂടെയുള്ള നല്ല സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായതുകൊണ്ട് ആ പൊസിഷനിലൊക്കെ എത്തി. ബീങ് എസ് എ പ്രാക്ടീസിങ് ലോയർ, ഞാനൊരു ഡിഫറൻഷ്യലി ഏബിൾഡ് ആയൊരു മനുഷ്യനാണ്. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. പ്രസിഡൻറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രസിഡൻറ്റ് ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ കഴിവ് കൂടിയ ആളെന്ന് നട്ടു. ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, പുറത്ത് നിൽക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ്. എൻ്റെ ഇടത്തെ ഭാഗത്ത് പ്രസിഡൻറ്റ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇടത്തെ ഭാഗം ഫുള്ള് ബ്ലാങ്കാണ്. ഇടത്തെ ഭാഗത്ത് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. അത് ചില സമയത്ത് ഗുണമുണ്ട്, ചില സമയത്ത്, മിക്ക സമയത്തും ഗുണമാക്കി മാറ്റലാണ്. കോടതി പോകുമ്പോൾ ഹിയറിംഗ് എയ്ഡ് വെക്കൂട്ടോ. ഇടത്തെ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇന്ന് 9 പേര് എൻ്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ പോരായ്മകൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിപ്പിച്ച മഹത്തായ പ്രസ്ഥാനമാണ് ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ. ഖലീൽ ജിബ്രാൻ്റെ പ്രോഫറ്റ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ ആൽമിത്ര പ്രോഫറ്റിനോട് ചോദിക്കൊണ്ട് ഓർഫാലീസിലെ ജനങ്ങളിലൂടെ, പറയൂ പ്രവാചക, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ ലൈഫ്? പ്രോഫറ്റ് പറഞ്ഞു, വെൻ ദ ലവ് ബെക്കൻസ് യു ജസ്റ്റ് സിംപ്ലി ഫോളോ ഇറ്റ്. നിന്നെ മാടി വിളിക്കുന്നത് സ്നേഹമാണെങ്കിൽ ആ ജീവിതത്തോടൊപ്പം നീ കൂടെ പോകണമെന്നുള്ളത്. ജീവിതത്തിൻ്റെ ആകെ സാരാംശം എന്നുള്ളത് സ്നേഹമാണ്. നിങ്ങളുടെ കൂടെ വിളിക്കുന്നതെങ്കിൽ ആ സ്നേഹം നിങ്ങളും കൂടെ വിളിക്കാൻ, നിങ്ങളുടെ അച്ഛനമ്മമാരാണ്, നിങ്ങളുടെ മാതാപിതാക്കളാണ്, സഹോദരന്മാരാണ്, അധ്യാപകരാണ്, ജൂനിയർ ചേംബർ പ്രവർത്തകരാണ്, പല പല റോളുകളിലുള്ള വ്യക്തികളാണ്. ഇന്നത്തെ ലോകം നമുക്കറിയാം, വർത്തമാന കാലഘട്ടം മനുഷ്യനെ വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും ഭക്ഷണത്തിൻ്റെയും പേരിൽ വേർതിരിക്കുന്ന വല്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഡോക്ടർ സമീഹ പറഞ്ഞ പോലെ ഈ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് മാനവരാശിയോടുള്ള സേവനമാണ് മഹത്തായ കർമ്മമെന്ന് വിശ്വസിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നിധി എന്നുള്ളത് മനുഷ്യൻ്റെ വ്യക്തിസത്തയിലാണ് എന്ന് വിശ്വസിക്കുന്ന മഹത്തായ ഈ പ്രസ്ഥാനം പറയാനുള്ളത്. നല്ല മനുഷ്യരാൻ വേണ്ടി ഉള്ള ഒരു കൂട്ടായ്മ, ലോകത്ത് പോസിറ്റീവായി ചിന്തിക്കുന്ന, ക്രിയാത്മകമായി ചിന്തിക്കുന്ന, ലോകത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാന കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എൻ്റെ പുതിയ മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, 5 വർഷം മുമ്പ് JCI കാരശ്ശേരി ഡോക്ടർ ലത്തീഫിലൂടെ, നിയാസിലൂടെ വന്ന സമയത്ത് 5 വർഷങ്ങൾക്ക് ശേഷം യാദർശികമായി ഇവിടെ എത്തിപ്പെട്ട ഒരാളാണ്. അത്ഭുതം തോന്നുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 5 വർഷമാണ് JCI കാരശ്ശേരി കാണാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് മെമ്പേഴ്സായി വന്ന ആളുകൾ ഒരു 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഇന്ന് ഒത്തെടുത്ത് പോയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആമ്പിള്ളേരും താടി വെച്ചിട്ടുണ്ട്. കുറ്റിത്താടി വെച്ച ആളുകളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ്, ദേ ക്യാൻ ഡു എനിത്തിങ് എന്ന് പറഞ്ഞ്. ഞാൻ എല്ലാവരും നോട്ട് ചെയ്ത്, സ്ത്രീകളെ നോട്ട് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞ്. ഇന്ത്യൻ പീനൽ കോഡിലെ 354, ഇപ്പം BNS 18 സെക്കൻഡ് അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്റേജ് മോഡസ്റ്റി ഓഫ് വിമൺ, നോൺ ബെയിലബിൾ ഒഫൻസ്. ആമ്പിള്ളേരൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. എല്ലാവരും വളരെ ചെറുപ്പക്കാരാണ്. പ്രസിഡന്റ് ചെറുപ്പം, IPP ചെറുപ്പം, അതിനേക്കാൾ ചെറുപ്പം ZVP സോൺ വൈസ് പ്രസിഡന്റ്. സോൺ പ്രസിഡന്റ് പറയണ്ട, സോൺ പ്രസിഡന്റ് ചെറുപ്പക്കാരനായ സോൺ പ്രസിഡന്റ് JCI ഇന്ത്യ സോൺ 21 ഇനി ഒരു നാഷണൽ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി മൈ ബോയ്, മൈ സർവീസ് സോൺ വൈസ് പ്രസിഡന്റ്, ചോട്ടാ പാക്ക് ബഡാ ധമാക്ക. ഏതായാലും വളരെ സന്തോഷം. മനോഹരമായ ഈ സായാഹ്നം തന്നതിന് റാഷിദിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട്. റാഷിദിൻ്റെ പ്രസംഗം ഞാൻ കോപ്പി എടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന കുറച്ച് ആളുകളെ പേര്, ചേവായൂർ പ്രസിഡൻറ്റിൻ്റെ പേരൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. റാഷിദ് പറഞ്ഞ പോലെ, ഞാൻ കാണാത്ത കാഴ്ചകൾ നിങ്ങൾ കാണട്ടെ, ഞാൻ വച്ച പടവുകൾ നിങ്ങൾക്ക് ചിറകുകൾ നൽകട്ടെ. റാഷിദ് കണ്ട കാഴ്ചകൾക്കപ്പുറം ആസാദിലൂടെ കാരശ്ശേരി പുതിയ ചിറകുകൾ വിടർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് JCI. Chair recognized by JCI Dr. Sadaqatullah Tahir ZVP, Zone Director Samjit, Salim Endemukam, Vyabari Secretary, JCI Rasina Farouk College, JCI Saufiq, past ZVP.
awards, projects and pleasantries. Over to MC. നല്ല സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് അധ്യാപകർ. കാസർഗോഡ് ഉപ്പള അയ്യൂർ ജമാഅത്ത് UP സ്കൂളിൽ ആരംഭിച്ച് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടിയിൽ അവസാനിച്ച 31 വർഷം നീണ്ട അധ്യാപന ജീവിതത്തിൽ ഒരുപാട് കുട്ടികളെ ജീവിതത്തെ ഗുണകരമായി സ്പർശിച്ച ഒരു അധ്യാപകൻ. മുത്താലം നെല്ലിക്കാപ്പറമ്പ് കോയക്കുട്ടി ചേക്കുമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച ഇദ്ദേഹത്തിന് അധ്യാപനം എന്നും ഒരു ആവേശമായിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഭാഷാ പഠനം എളുപ്പമാക്കാൻ നൂതനമായതും രസകരമായതുമായ പല സംവിധാനങ്ങളും ഇദ്ദേഹം ആവിഷ്കരിച്ചു നടപ്പിലാക്കി. അധ്യാപന കാലഘട്ടത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വം ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഇദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ വിരമിച്ച ശേഷവും വിശ്രമ ജീവിതം നയിക്കാൻ താല്പര്യമില്ലായിരുന്നു. നാട്ടിലെയും പരിസര പ്രദേശത്തെയും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെ നേതൃത്വം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ രംഗത്തും പാലിയേറ്റീവ് കെയർ മേഖലയിലും വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. ഷർഫിന, ഉഷ്ബിന, തസ്നി എന്നിവരുടെ സ്നേഹനിധിയായ പിതാവ്, പ്രിയപത്നി സഫിയയോടൊപ്പം മുക്കത്തിനടുത്ത് മുത്താലത്ത് താമസിക്കുന്ന കുഞ്ഞിരായൻ മാഷ് ഇദ്ദേഹത്തെ JCI കാരശ്ശേരി സല്യൂട്ട് ദ ടീച്ചർ അവാർഡ് നൽകി ആദരിക്കുന്നു. പ്ലീസ് വെൽക്കം സാർ മിസ്റ്റർ കുഞ്ഞിരായൻ NP. ഈസ്റ്റ് മലയമ്മ മുഹമ്മദ് സൈനബ എന്നിവരുടെ മകനായി ജനനം. ഒരു പരമ്പരാഗത ബിസിനസ് കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം ജീവിതത്തിലെ കൂടുതൽ സമയവും സഹജീവി സ്നേഹത്തിനായി നീക്കിവെച്ചു. പ്രളയം, പ്രകൃതി ദുരന്തങ്ങൾ, റോഡപകടങ്ങൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ എന്നിവയിലെ നിറസാന്നിധ്യം. വിവിധ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് ആംബുലൻസ് ഡ്രൈവറായും രക്ഷാപ്രവർത്തകനായും ഏത് പാതിരാത്രിയിലും ഓടിയെത്തുന്ന പ്രകൃതം. സഹായങ്ങളിൽ പ്രതിഫലനത്തിനും പ്രശംസക്കും കാത്തു നിൽക്കാതെ തിരിഞ്ഞു നടക്കുന്ന കർമ്മോത്സുകനും നാട്ടുകാരുടെയും അയൽപ്രദേശക്കാരുടെയും അത്യാവശ്യഘട്ടത്തിലെ അത്താണിയുമായ സിദ്ദീഖ് ഈസ്റ്റ് മലയമ്മ എന്നിവരെ JCI കാരശ്ശേരി സല്യൂട്ട് ദ സൈലന്റ് വർക്കർ അവാർഡ് നൽകി ആദരിക്കുന്നു. പ്രൊജക്ട്സ്. മുക്കത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിന് കരുത്തു പകരാൻ JCI കാരശ്ശേരിയും ഒരുമിക്കുന്നു. JCI ഇന്ത്യയുടെ വൺ ലോ വൺ സ്കൂൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളിൻ്റെയും വിദ്യാർത്ഥികളുടെയും സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് JCI കാരശ്ശേരി നടപ്പിലാക്കുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികളുടെ ധാരണാപത്രം കൈമാറുന്നു. സ്വീകരിക്കുന്നതിന് മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ED ക്ലബ് കോർഡിനേറ്റർ നിയാസ് പുത്തലത്തെയും നൽകുന്നതിനായി JCI കാരശ്ശേരി JJ വിംഗ് കോർഡിനേറ്റർ JC ഡോക്ടർ സമീഹയെയും ക്ഷണിക്കുന്നു. ബിസിനസ് മേഖലയിൽ JCI കാരശ്ശേരിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ ബിസിനസ് ട്രെയിനിങ്ങിന് 2025 പുതിയ രൂപം നൽകുകയാണ്
പദ്ധതിയുടെ ലോഗോ പ്രകാശനത്തിനായി ചീഫ് ഗസ്റ്റിനെ ക്ഷണിക്കുന്നു. VP ബിസിനസ് JC റഹീമിനെ ക്ഷണിക്കുന്നു. Pleasantries. As a token of love, JCI Karisheri requests Chief Guest JCI PPP Advocate Siddiq CK to accept a memento. I request JC TP Ghafoor to hand over the memento. As a token of appreciation, JCI Karisheri requests Zone President JCI PPP Arun EV to accept a memento. I request JC Abubakar Siddiq to hand over the memento to our Zone President. As a token of love and thankfulness, JCI Karisheri requests Zone Vice President JCI Senator Sanin Kaipakil to accept a memento. I request JC Prajin to hand over the memento to the ZVP. As a token of love, JCI Karisheri requests our MC Yasin to accept a memento. I request Srikanth to hand over the memento. JC Srikanth. As a token of thankfulness, JCI Karisheri requests our MC JC Ashika to accept a memento. I request JC Niyaz Salat to hand over the memento. Thank you. Thank you all. Felicitation by Kunyirayan Master. President Muhammad Azad, JC leaders, members and friends. Namaskaram. അധ്യാപന സേവനത്തിൽ നിന്ന് വിരമിച്ച് കുറച്ച് വർഷങ്ങളായി തുടർന്നും ആ ഫീൽഡിൽ തന്നെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. തന്നെയുമല്ല, മുപ്പത്തൊന്ന് വർഷക്കാലത്തോളം സർക്കാർ സ്കൂളിൽ സേവനം ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം അനൗദ്യോഗികമായിട്ടും ഔദ്യോഗികമായിട്ടും വീണ്ടും സ്കൂളുകളിലും മറ്റ് പ്രൈവറ്റ് കോളേജുകളിലെല്ലാം സേവനം ചെയ്തിട്ടുണ്ട്. സേവനം ചെയ്ത കാലഘട്ടങ്ങളിൽ അക്കാദമിക തലങ്ങളിൽ സ്റ്റേറ്റ് അക്കാദമിക് ഫാക്കൽറ്റിയിൽ സ്റ്റേറ്റ് റിസർച്ച് ഗ്രൂപ്പിലും സ്റ്റേറ്റ് OSS ഓൺസൈൻ സപ്പോർട്ട് ടീമിലും മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള NCERTയുടെ ട്രെയിനിങ് ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്.
റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോഴും പബ്ലിക് സൊസൈറ്റിയിലും അതുപോലെ ചാരിറ്റി, കൾച്ചറൽ, സോഷ്യൽ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പറ്റുന്ന സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊരവസരം ഒരു ഇൻ്റർനാഷണൽ പ്രസ്ഥാനമായ JCIയിലൂടെ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. സർവശക്തന് വന്ദനം നേരുന്നു. ഇവിടെ JCIയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റ്ഫോമുകൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്, ഇൻ്റർനാഷണലിസം, പ്രോഗ്രാം ഓർഗനൈസിങ് തുടങ്ങിയ ഫീൽഡുകളിലുള്ള സേവനത്തെപ്പറ്റി എല്ലാവരും പരാമർശിച്ചു. അതുപോലെ പുതിയ പ്രസിഡന്റ് ഇവിടെ സ്ഥാനമേറ്റെടുത്ത് സംസാരിച്ചതിൽ ചില പുതിയ പദ്ധതികൾ അജണ്ടയിലുണ്ടെന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു. യൂത്ത് വിഭാഗത്തിന് സംരംഭ പരിശീലനം നൽകുമെന്ന് പറഞ്ഞ ഒരു കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് ഒരു നാട്ടിലും സമൂഹത്തിനും വികസനം ഉണ്ടാവാനുള്ള സാധ്യതകൾക്ക് വഴിവെക്കും എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഇപ്പോഴും മദ്രസ വിദ്യാഭ്യാസ ബോർഡിൽ പേരൻസിനും സ്റ്റുഡൻസിനും മാനേജിങ് കമ്മിറ്റികൾക്കൊക്കെ ഒരു RP എന്ന നിലക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം എന്നെപ്പറ്റി ഞാൻ പുകഴ്ത്തുകയല്ല. ഈ നമ്മുടെ പ്രവർത്തന മേഖലയിൽ പലപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് അവസരങ്ങൾ ലഭിക്കുകയാണ്. ആ ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം സേവനം ചെയ്യുന്നുണ്ട്. ഒരു നന്മയുടെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരവസരം കിട്ടിയത്. ഏതായാലും ഈ അധ്യാപക യോഗ്യതയ്ക്ക് വേണ്ടി ഒരു 45 വർഷം മുമ്പ് സഹായിച്ച എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഫീസ് വാങ്ങാതെ 2 വർഷക്കാലം സൗജന്യ വിദ്യാഭ്യാസം തന്ന് അധ്യാപക യോഗ്യതയ്ക്ക് അർഹരാക്കിയ 2 ഗുരുക്കന്മാരെ, എൻ്റെ 2 ഗുരുക്കന്മാർ ഡോക്ടർ PA കരീം സാർ, KP വേലായുധൻ സാർ, ഈ 2 സാറന്മാരെ ഞാൻ ഇപ്പോഴും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ 2 വർഷം സൗജന്യ വിദ്യാഭ്യാസം തന്ന് ആ അഭ്യാസത്തിലൂടെ ഞങ്ങൾ കുറേ ആളുകൾ അധ്യാപകരെ യോഗ്യത നേടി. അങ്ങനെയാണ് സ്കൂളിൽ ജോലിയിലെത്തിയത്. ഞാൻ ജോലിയിൽ കയറിയ സമയത്ത് അതിന് തൊട്ട് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരള PSC. ആ PSCയിലൂടെ നിയമനം കിട്ടണമെങ്കിൽ നല്ല കഴിവ് തെളിയിക്കണം. ആ കാലഘട്ടത്തിൽ അധ്യാപകർക്ക് എഴുത്ത് പരീക്ഷ ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. എഴുത്ത് പരീക്ഷയ്ക്ക് 50 മാർക്ക്, ഇൻ്റർവ്യൂവിന് 50 മാർക്ക്. അങ്ങനെ വരുമ്പോൾ നല്ല കഴിവുള്ള ഒരാൾ എഴുത്ത് പരീക്ഷയിൽ 45 മാർക്ക് വാങ്ങി സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ഒരാളാണെങ്കിൽ ഇൻ്റർവ്യൂവിൽ 10 മാർക്ക് കിട്ടി 55 മാർക്കേ കിട്ടും. അതേസമയത്ത് അന്ന് ആ നിയമം കരുണാകരൻ മുഖ്യമന്ത്രിയായ സമയത്ത് ആ നിയമം മാറ്റി പിന്നീട് എഴുത്ത് പരീക്ഷയ്ക്ക് 80 മാർക്കും ഇൻ്റർവ്യൂവിന് 20 മാർക്കുമാക്കി സാമൂഹിക നീതി നടപ്പിലാക്കി. അങ്ങനെ നീതി നടപ്പിലാക്കിയത് കൊണ്ടാണ് ടെസ്റ്റിലൂടെ എഴുത്ത് പരീക്ഷയിലൂടെ മുന്നേറ്റം നടത്തി എനിക്കൊക്കെ ഒരു ജോലി കിട്ടാൻ സാധിച്ചത്. ആ കാര്യം കൂടി ഞാൻ ഇവിടെ അനുസ്മരിക്കുന്നു. ഏതായാലും ഇങ്ങനൊരു അവസരം തന്ന JCI പ്രസ്ഥാനത്തിനും അതിൻ്റെ വക്താക്കൾക്കും അതിന് ദൈവം നന്മകൾ വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. JCI കാരശ്ശേരിക്കും അതിൻ്റെ സോണൽ ടീമിനും സന്തോഷഭരിതമായ നന്ദി അറിയിക്കുന്നു. ഓൾ ഓഫ് ദം താങ്ക്സ്. നമസ്കാരം. ഫെലിസിറ്റേഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ്. ഏറെ ആദരണീയനായ JCIയുടെ പുതിയ പ്രസിഡന്റ് ആസാദ്, വേദിയിലും സദസ്യവുമുള്ള JCIയുടെ ഭാരവാഹികളെ, ഏറ്റവും പ്രിയപ്പെട്ട
സുഹൃത്തുക്കളെ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം എന്ന നിലക്ക് ഞങ്ങൾ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് JCIയുടെ ഭാരവാഹികളെയും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനത്തെയും നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഇവിടെ റിപ്പോർട്ടെല്ലാം കേട്ടു. എത്ര വൈകാരികമായിട്ടാണ് കഴിഞ്ഞ പ്രസിഡന്റ് ആ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്രസ്ഥാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തോട് ചെയ്തിട്ടുള്ള കൂറും. തുടർന്നും ഇതിൻ്റെ പ്രസിഡൻ്റായി ചുമതലയേറ്റിട്ടുള്ള ആസാദിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നും, അതുപോലെ തന്നെ മുക്കം യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ JCI സംയുക്തമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇനിയും ചില പ്രവർത്തനങ്ങൾക്ക് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുക്കത്ത് JCIയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അതിന് പൂർണ്ണമായും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും എന്ന ഒരു വാക്കോട് കൂടി ഈ പുതിയ കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നു. Open forum. Thank you, Chairman, for the privilege. All the protocol are observed. JCI കാരശ്ശേരിയെ 2024 വർഷം മനോഹരമായി നയിച്ച JC റാഷിദിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. 2025 വർഷം JCI കാരശ്ശേരിയെ നയിക്കാൻ നിയുക്തനായിട്ടുള്ള ആസാദിന് JCI ഇന്ത്യ സോൺ 21 ZGBയുടെ എല്ലാ പിന്തുണയും അറിയിച്ചു കൊള്ളുന്നു. JC ബി ബെറ്റർ. റെസ്പെക്റ്റഡ് ചെയർമാൻ പ്രസിഡന്റ് ആസാദ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ നിയാസ് കുരിക്കൽ, പ്രസിഡന്റ് ഓഫ് JCI മഞ്ചേരി. 2024 മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് പടിയിറങ്ങുന്ന പ്രസിഡന്റ് റാഷിദിനെ JCI മഞ്ചേരിയുടെ വക എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിയുക്ത പ്രസിഡന്റ് ആസാദിന് ആ പ്രകടനം ഒരു തുടർക്കഥയാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. JCI മഞ്ചേരിയുടെ എല്ലാവിധ സപ്പോർട്ടും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം, JCI മഞ്ചേരിയാണ് ഈ വർഷത്തെ ലോർഡ്സ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതിന് ഒത്തിരി ദൂരത്താണ് മഞ്ചേരി എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും ലോർഡ്സ് ഒരു മികച്ച വിജയം ആക്കി തീർക്കാൻ എല്ലാ സോൺ ഓഫീസേഴ്സിനോടും ഈ ഒരു അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രസിഡന്റുമാരോടും നിങ്ങളുടെ PST ടീം അതുപോലെ തന്നെ LGB എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രോഗ്രാം വിജയമാക്കി തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. JCI ബി ബെറ്റർ, ലെറ്റ്സ് റൈസ് അപ്പ്. Thank you, Chairman, for the privilege. All the protocols are observed. Good evening, all. 2024 വർഷം JCI കാരശ്ശേരിയെ 100% എഫിഷ്യൻസിയോടുകൂടി അതിമനോഹരമായി നയിച്ച JFM റാഷിദ് യൂന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. അതോടൊപ്പം 2025 വർഷം JCI കാരശ്ശേരിയെ നയിക്കാൻ നിയുക്തനായ JC ആസാദിനും ആസാദിൻ്റെ JCI കാരശ്ശേരി ടീം ഓൾ മെമ്പേഴ്സിനും നല്ലൊരു 2025 കൂടി ആശംസിക്കുന്നു. JCI ബി ബെറ്റർ, ലെറ്റ്സ് റൈസ് അപ്പ്. താങ്ക് യു ചെയർമാൻ, താങ്ക് യു ഫോർ ദ പ്രിവിലേജ്. 2024 വർഷം JCI കാരശ്ശേരി അതിഗംഭീരമാക്കിയ PST ടീമിന് ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ്. എനിക്ക് ആസാദിൻ്റെ ഇൻസ്റ്റാളേഷൻ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനിവിടെ നിർബന്ധമായും പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ടായിരുന്നു. കാരണം JCIയുടെ എല്ലാ ഗുണങ്ങളും അല്ലെങ്കിൽ JCI കിട്ടുന്ന എല്ലാ പ്രിവിലേജും കൃത്യമായി സ്വന്തം കുടുംബത്തിലേക്ക്
കൊടുത്തുകൊണ്ടാണ് ആസാദ് മുമ്പോട്ട് വന്നത്. കാരണം ആസാദിൻ്റെ ഫാദറും ഞാൻ ഒരുമിച്ചാണ് EPS അറ്റൻഡ് ചെയ്തത്, ഉമ്മർക്ക. അപ്പോൾ ശരിക്കും ആസാദിനേക്കാൾ കൂടുതൽ ബന്ധം ഞാൻ ഉമ്മർക്കയായിട്ടുള്ളത്. ടുഡേ ഒരു EPS വർക്ക്ഷോപ്പ് ആസാദ് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ വന്ന് അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞ സമയത്ത് നമുക്കറിയാം ഒരു JCI മെമ്പർ സ്വന്തം ഫാമിലിയിലേക്ക് എങ്ങനെ അത് JCI കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും JCI കാരശ്ശേരിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ഒരു നായകനെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. JCI കാലിക്കറ്റ് സിറ്റിയുടെ എല്ലാ സപ്പോർട്ടും മുമ്പോട്ടുള്ള യാത്രയിൽ ഉണ്ടാവുമെന്ന് പറയുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ പരിപാടിയുടെ മുഖ്യാതിഥി ശ്രീ സിദ്ദീഖ് സാർ, ഏറെ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ. അതായത് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് JCI കാരശ്ശേരി നടത്തിയ ഒരു EPSലൂടെയാണ് ഞാൻ JCI മെമ്പറാകുന്നത്. അന്നത്തെ പ്രസിഡന്റ് ശ്രീ റിയാസ് എന്നെ നിർബന്ധിച്ചാണ് ആ EPSന് ക്ഷണിച്ചത്. ഇന്ന് എനിക്ക് JCI മുക്കമൈത്രിയുടെ പ്രസിഡൻ്റായി ഇവിടെ നിൽക്കാൻ കഴിയുന്നത് JCI കാരശ്ശേരി എനിക്ക് കാണിച്ചു തന്ന ഒരു വഴിയിലൂടെയാണ് എന്ന് അഭിമാനപൂർവ്വം ഞാനിവിടെ പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട റാഷിദ്, ഞാനൊരു ZDWS ഈ വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തോട് ഞാൻ ലോമിൽ ഒരു പ്രോഗ്രാം ചോദിച്ചപ്പോൾ വളരെ വിനയത്തോടു കൂടി എനിക്ക് നല്ലൊരു പ്രോഗ്രാമുകൾ തന്ന് എന്നെ ഈ വർഷത്തെ ZDWS പാസ്സാക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ സ്മരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ വർഷം എൻ്റെ കൂടെ പ്രസിഡൻ്റായി വന്നിട്ടുള്ള ആസാദിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. I request our secretary, JC Hafiz Rahat VK, to propose his vote of thanks. ഗുഡ് ഈവനിങ് ഓൾ. JCI കാരശ്ശേരിയുടെ 6ാമത് ഇൻസ്റ്റാളേഷനിൽ അധ്യക്ഷം വഹിച്ച ഞങ്ങളുടെ പ്രിയ പ്രസിഡന്റ് JC ആസാദിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ചെയർമാൻ. വളരെ മനോഹരമായി നമ്മോട് സംവദിച്ച ഇന്നത്തെ ചീഫ് ഗസ്റ്റ് JCI PPP അഡ്വക്കേറ്റ് സിദ്ദീഖ് CK, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സിദ്ദീഖ് സാർ. സോൺ 21ൻ്റെ അമരക്കാരൻ JCI PPP അരുൺ EVക്ക് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ജഡ്ജ് സാർ. ഞങ്ങളുടെ പ്രിയങ്കരനായ സോൺ വൈസ് പ്രസിഡന്റ് JC സെനറ്റർ സനിൻ കൈപ്പാക്കലിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു ZVP സാർ. ഈ ചടങ്ങ് ധന്യമാക്കാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന സോൺ ഓഫീസർമാർ, LO പ്രസിഡന്റുമാർ, രാഷ്ട്രീയ സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ, മാധ്യമ സുഹൃത്തുക്കൾ, അവാർഡ് ജേതാക്കൾ, JCI മെമ്പേഴ്സ്, കുടുംബാംഗങ്ങൾ, എല്ലാവർക്കുമുള്ള നന്ദി ഒറ്റവാക്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തട്ടെ. താങ്ക് യു വെരി മച്ച്. The installation meeting of JCI Karasheri is hereby adjourned for entertainment and dinner. Thank you.